ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ കർത്താവിൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ നമുക്ക് ചില വെളിപ്പാടുകൾ ലഭിക്കാനിടയായിത്തീരും. ദൈവസന്നിധിയിൽ വചനധ്യാനത്താൽ ചില വെളിപ്പാടുകൾ ലഭിക്കാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്കായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ വചനം കേൾക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ വെളിപ്പാടിലേക്ക് ഇറങ്ങുവാൻ, എൻ്റെ ആത്മമണ്ഡലത്തിൽ ഒരു പുതുക്കമുണ്ടാകുവാൻ, എനിക്ക് ആത്മീയ ഉണർവുണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽക്കാലം എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. പ്രൈസ് ദി ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ഹല്ലേലൂയ 5-ാം അധ്യായം 17-ാം വാക്യമായിട്ട് വായിക്കാം. 2 കൊരിന്ത്യർ 5:17. ആമീൻ. മതി മോളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, ഒരുവൻ ഹല്ലേലൂയ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് നമ്മൾ എവിടെയോ കിടന്നവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് എവിടെയെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ കിടന്നവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതൊക്കെയോ അവസ്ഥയിൽ കിടന്നവർ, ഏതൊക്കെയോ ബന്ധനത്തിൽ കിടന്നവർ, ഏതൊക്കെയോ കെട്ടുകൾ കിടന്നവരാം, ഏതൊക്കെയോ ഹല്ലേലൂയ മൂട് പടം പോലെ വീണ് കിടന്ന് ജീവിതത്തെ ശത്രുവാണ ജീവിതങ്ങളായിരുന്നു ഞാൻ നിങ്ങളും ഒരു കാലത്ത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മളെ ഒരു പുതിയ ശരീരമാക്കി, ഒരു പുതിയ ജീവൻ തന്ന്, ഒരു പുതിയ ബലം തന്ന് കർത്താവിൻ്റെ പദ്ധതി പ്രകാരം നിത്യത്തിലേക്ക് നയിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ നിത്യത്തിലേക്കാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഭൂമിയിൽ വസിക്കേണ്ടവനായിട്ടുള്ള എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എനിക്ക് വേണ്ടി നിത്യതയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്വർഗം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഇന്ന് പകൽക്കാലം ഹൃദയം കൊണ്ട് ആഴമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും മുമ്പുള്ളതായിരിക്കുന്ന പ്രതികൂലങ്ങളെ അതേ ഖണ്ഡിച്ചു പോകുവാൻ, അതിനെ തകർത്തുകൊണ്ട് പോകുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ശക്തിയുടെ മേൽ പകരപ്പെടും. പ്രൈസ് ദി ലോർഡ്. രക്തം വചനം ജയമെടുക്കുന്നു. ആമീൻ. ആദ്യമേ നമുക്കൊന്ന് ഉറപ്പുണ്ടാകണം. ഹല്ലേലൂയ. എൻ്റെ യാത്ര എങ്ങോട്ടാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. കർത്താവ് വിളിച്ചിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും ബോധിച്ച പോലെ യാത്ര ചെയ്യാനല്ല. കർത്താവിന്റെ പദ്ധതി പ്രകാരം, കർത്താവിന്റെ പ്ലാൻ പ്രകാരം, കർത്താവിന്റെ നിയോഗപ്രകാരം, കർത്താവിന്റെ വഴിയിലൂടെ നടക്കുവാനാണ് എന്നെയും നിങ്ങളെ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വഴിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ദൈവശക്തി തന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ എന്റെയും നിങ്ങളുടെയും മേൽ പകരപ്പെട്ട ദൈവകോപത്തിന് ഇടം കൊടുക്കാതെ വണ്ണം ഒന്നിച്ച സ്നേഹത്തിനാൽ നമ്മളെ കരത്തെ ചേർത്ത് പിടിച്ച ആ ദൈവത്തിന്റെ മഹാസ്നേഹത്തെ ഇന്ന് പകൽക്കാലം വീണ്ടും ഒന്ന് ഓർക്കാൻ തക്കോണം ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എങ്ങനെയൊക്കെ ആയാലും ശരി, ഹല്ലേലൂയ എൻ്റെ ഹൃദയം എവിടെയൊക്കെ ആയാലും ശരി, എൻ്റെ ദൈവം കൂടെ ഉണ്ടെന്ന് ആരും വിശ്വസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഓർക്കണം. ഹല്ലേലൂയ. നമ്മൾ വാഹനം ഓടിക്കുന്നവരാണ്, നമുക്ക് വാഹനമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. ഒരു വഴി കണ്ട് ഹല്ലേലൂയ ഗവൺമെൻറ് പ്രകാരം ഒരു വഴി നേരെ ഒരു ടാറിട്ട റോഡ് അല്ലെങ്കിൽ ഹല്ലേലൂയ സൈൻ ബോർഡൊക്കെ വെച്ച് റോഡുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് ബോധിച്ച പോലെ അങ്ങോട്ട് ഓടിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകിൽ നമ്മുടെ ജീവിത അവസാനം, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മൾ ജയിലിലേക്ക് പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ച കർത്താവിന് ഒരു വഴി വെട്ടിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിലൂടെ യാത്ര ചെയ്യാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുകയാണ്. ആമീൻ. ഹല്ലേലൂയ. അവിടെ ഇവിടെയും അതും പറഞ്ഞ് ഇതും പറഞ്ഞ് ബോധിച്ച പോലെ നടക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനത്തിന് പ്രമാണമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിനിൽ കൂടെ നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എന്നിലും നിങ്ങളോട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ മൺകൂടാരത്തിലൂടെ, ഈ മൺശരീരത്തിലൂടെ ഭൂമിയിലേക്ക് ഹല്ലേലൂയ ഒന്ന് വീണ് ഇതിൻ്റെ മണ്ടയിലേക്ക് മണ്ണ് വീണ കഴിഞ്ഞാൽ ഇത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന മൺകൂടാരത്തിൻ്റെ ഉടമയായ എന്നെയും നിങ്ങളിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ശക്തി പകർന്ന്, ഹല്ലേലൂയ സൃഷ്ടിതാവിൻ്റെ ശക്തിയും ബലവും പകർന്ന് ഹല്ലേലൂയ രക്ഷയിലേക്ക് വിളിച്ച് മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്ന് പകൽക്കാലം മണ്ണിൽ ഇരുന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മൺകൂടാരം ക്ഷയിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. മൺകൂടാരത്തിൽ ഹല്ലേലൂയ ക്ഷയം സംഭവിക്കാതിരിപ്പാൻ തേജസ്വരൂപനായവന്റെ തേജസ് പകർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും മണ്ണിൽ ഇരുത്താതെ വണ്ണം നിത്യതയ്ക്ക് അവകാശിയാക്കി തീർക്കുവാൻ തക്കവണ്ണം രക്ഷയിലേക്ക് നയിച്ച ദൈവത്തെ ഇന്ന് പകൽക്കാലം വേണ്ടി സ്തുതിക്കേണ്ട പകൽക്കാലമാണ്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്തെങ്കിലും ഹല്ലേലൂയ മനസ്സിലാവുന്നൂടെ പറഞ്ഞാൽ ഞാൻ വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ഇതം പ്രകാരം എന്നെ വെളിപ്പെടുത്തി തരും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചു കൊള്ളുക. ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. സാമ് സംസാരിക്കത്തില്ല. ഹല്ലേലൂയ. സാമിന് ഇന്ന് പകൽക്കാലം ഇതിനകത്തു നിന്നൊന്നും പറയുവാനില്ല. എൻ്റെ ഇതിന്മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ തക്കൊണ്ട് ചിലത് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് മുമ്പാകെ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഈ പരിശുദ്ധത്തിന് മുമ്പാകെ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഒരു മൺകൂടാരം
കൂടാരം ഇന്ന് രാത്രി പകൽക്കാലം ഈ പരിശുദ്ധന്റെ മുമ്പാകെ മറിഞ്ഞിരിക്കുന്നില്ല. തേജസ്വരൂപന്റെ ശക്തികാലം ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിറച്ചുവെങ്കിൽ അതും പ്രകാരം നടക്കൊണ്ടൊക്കെ ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആമീൻ. രക്തം വചനം ജയമെടുക്കുന്നു. ഞാൻ ഹല്ലേലൂയ ആദ്യ സമയം അതിൽ നിൽക്കുന്നില്ല, ഞാൻ വീണ്ടും വരികയാണ്. ആമീൻ. കൊലോസ്യ ലേഖനം, പ്രൈസ് ദി ലോർഡ്, 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ആമീൻ. പ്രൈസ്. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂഷൻ ഉണ്ട്, ഞാൻ പറയുമ്പോൾ വായിക്കണം. ഹല്ലേലൂയ. 1-ാം വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ കുറിവാക്യം ഓർത്തോണം കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച കുറിവാക്യം ഏതായിരുന്നു? മറന്നുപോയോ? ആമീൻ. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹല്ലേലൂയ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മളിന്നിപ്പം ഉയർത്തെഴുന്നേൽക്കുന്നത് ക്രിസ്തുവിനോട് കൂടെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൻ്റെ കൂടെ ഉയർത്തെഴുന്നേറ്റവന് ചില കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. എങ്കിൽ അല്ലെങ്കിൽ അവിടെ വായിക്കണം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. ഹല്ലേലൂയ. ആണെന്നല്ല പറഞ്ഞേക്കുന്നത്, എങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ എങ്കിൽ എന്നുള്ള സ്ഥലത്ത് സാം എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ മക്കളോട് പറയണം, അവർ പറയണം ഹല്ലേലൂയ സ്റ്റീവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. അവരൊരു ചേർത്ത് വായിക്കണം അത്, എങ്കിൽ സാം ഉയർത്തെഴുന്നേറ്റിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ഉയരത്തുള്ളത് അന്വേഷിപ്പിൻ. അവിടെ ഒരു അന്വേഷണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ ചിന്തയിലേക്ക് നടത്തിയ വിധങ്ങളാണതാണ്. ഹല്ലേലൂയ. അന്വേഷിക്കൊണ്ടൊക്കെ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യൻ്റെ അന്വേഷണം പല രീതിയിലാണ്. ആമീൻ. ഹല്ലേലൂയ. അവൻ്റെ അന്വേഷണം ലോകത്തിലെ നിയമപ്രകാരം അവൻ്റെ രീതിയിൽ അവന് ബോധിച്ചതുപോലെ ഓരോ കേസും അന്വേഷിക്കും. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. നീതിന്യായ കോടതിയിൽ വരുമ്പോൾ ആ അന്വേഷണത്തിനനുസരിച്ച് അതാതിൻ്റെതായിരിക്കുന്ന വിധി ആ ന്യായാധിപതൻ നടത്തുക ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സാമേ, ഇന്ന് പകൽക്കാലം നീ അന്വേഷിക്കണം നിന്റെ യാത്രയുടെ എങ്ങോട്ടാണെന്ന്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഞാൻ ക്രിസ്തുവിൽ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു എങ്കിൽ നീ ഉയരത്തിൽ അന്വേഷിക്കണം. ഈ ദിവസങ്ങളിൽ സാമേ നിന്റെ അന്വേഷണം എങ്ങോട്ടാണ്? ഏത് വിഷയത്തിലാണ് പകൽക്കാലം നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ ജീവിതത്തിലെ തകർച്ചയുടെ ഭാഗങ്ങൾ നീ അന്വേഷിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഓ ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഹല്ലേലൂയ പൗലോസ് എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ മകനെ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നിന്നെക്കുറിച്ച് അന്വേഷണം നടത്തണം. കാര്യം അറിയാവോ? നീ നിത്യത്തിലേക്ക് പോകുവാനുള്ള വഴിയിൽ ഹല്ലേലൂയ ചില കാര്യങ്ങൾ സ്വർഗത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്, ചില പദ്ധതികളുണ്ട്. അതും പ്രകാരം ജീവിച്ചാൽ ഈ ദിവസങ്ങൾ അതും പ്രകാരം ഉണർന്നു നിരുന്നാൽ, അതും പ്രകാരം നീ ഉയർത്തെഴുന്നേറ്റാൽ നിനക്കൊരു നിത്യവാസം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് 2 വാക്യങ്ങളൂടെ വായിക്കാം. ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് ചിലർ അന്വേഷിച്ചിട്ടുണ്ട്. പഴയ നിയമകാലത്ത് ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ ശമൂവേൽ ചിലത് അന്വേഷിച്ച് നടന്നു. ഹല്ലേലൂയ. 1 ശമൂവേൽ 9 വായിക്കാൻ തന്നെ പറയാം. ഹല്ലേലൂയ. ശമൂവേൽ അന്വേഷിച്ച ഒരു കഴുതയെ അന്വേഷിച്ച് നടന്നു. പ്രൈസ് ദി ലോർഡ്. ശമൂവേൽ അന്വേഷിച്ചു പോയത് ആരെയായിരുന്നു? ഹല്ലേലൂയ ആത്മാവില്ലാത്തതിനെ അന്വേഷിച്ച് നടന്നു. ശൗൽ 1 ശമൂവേലിന്റെ 1 ശമൂവേൽ 9-ാം അധ്യായം 3-ാം വാക്യം. ആമീൻ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. മതി. ശൗലിന്റെ ഹല്ലേലൂയ യാത്ര കഴുത അന്വേഷിച്ചാണ്. ജീവനില്ലാത്ത ഒരുവനെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിച്ച ശൗല് ഹല്ലേലൂയ കറങ്ങിത്തിരിഞ്ഞ് ശമൂവേലിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ അവിടുന്ന് ഒരു മാറ്റങ്ങളുടെ ദിവസങ്ങളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. ഇസ്രായേലിന്റെ രാജ്യത്തെ ആദ്യത്തെ രാജാവുമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് ഹല്ലേലൂയ ഭാഗ്യവശാലാണ് ഈ തോട്ടത്തിലേക്ക് വന്നു കയറിയത്. രൂത്ത് ഭാഗ്യവശാൽ ഇവിടെ വന്നതുപോലെ ഒരിക്കൽ ഞാനും ഭാഗ്യവശാൽ ഒരു ഹല്ലേലൂയ യാക്കോബ സമുദായത്തിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി ഞാൻ ഇറങ്ങിത്തിരിച്ചു. ഭാഗ്യവശാൽ ഞാൻ യേശുവിനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഹല്ലേലൂയ ശൗലും അങ്ങനെയോ എങ്ങനെയോ ഹല്ലേലൂയ പ്രവാചകന്റെ വാതിൽക്കൽ ചെല്ലുകയാണ്. അവൻ അഭിഷേകമുള്ളവനായി അവന് രാജ്യത്വം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ട് എൻ്റെ സഹോദരന്മാരെ,
ഇന്ന് പകൽക്കാലം ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന നമ്മൾ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ മുമ്പാകെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഞാനും നിങ്ങളും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു രാജാവിൻ്റെയും ഒരു ശുശ്രൂഷകൻ്റെയും പൊസിഷനിലേക്കാണ് ദൈവം നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ് ഒരു അഭിഷേകം തന്ന ഹല്ലേലൂയ രാജകീയ പുരോഹിത വർഗമായി തിരഞ്ഞെടുത്ത എന്നെയും നിങ്ങളെയും ഇന്ന് പകൽക്കാലം അഭിഷേകം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളുമായി തീരാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഈ ആത്മാവ് ഇന്ന് പകൽക്കാലം എന്നോട് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഓ ഹല്ലേലൂയ ശൗൽ ഹല്ലേലൂയ തൻ്റെ അഭിഷേകത്തെ മുറുകെ പിടിക്കാൻ കഴിയാതെ വണ്ണം, തനിക്ക് കൊടുത്ത പദവിയെ തൻ്റെ ഉള്ളംകരത്തിൽ വഹിക്കാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ ജീവിത യാത്രയിലോ പ്രശ്നത്തിന്റെ മധ്യേ അവൻ തകർന്നു പോയി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ജീവിത യാത്രയിൽ ഹല്ലേലൂയ രാജകീയ പൗരോഹിത്യം അല്ലെങ്കിൽ പുരോഹിതമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം ഏത് ആത്മീയ മണ്ഡലത്തിലാണ് കടന്നു പോകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാനിതൊന്നും കുറിച്ചു വെച്ചിട്ടല്ല പറഞ്ഞത് കേട്ടോ, ഞാനത് കുറിച്ച് വെച്ചതല്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ ഞാൻ കഴിഞ്ഞ കർത്താവേ ഞാനില്ലെങ്കിൽ വേറൊരാളെ ദൈവദാസൻ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നെ കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ 2-3 ദിവസം നെടുമ്പാട് കൊണ്ട് കരഞ്ഞു, കർത്താവേ ഞാൻ നിൽക്കണമെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇറങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കുറിച്ച് വെച്ചത് ഹല്ലേലൂയ അതേ കുറിപ്പെല്ലാം മാറി. ഹല്ലേലൂയ. ഞാൻ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ഒരു ബലത്തിന്റെ ശക്തി കൊണ്ടാണ്. എന്നിൽ വ്യാപരിക്കുന്ന ദൈവ ശക്തിയാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ശൗലിന്റെ ഹല്ലേലൂയ ഭാഗത്തേക്ക് ഞാൻ ചിന്തിച്ചതേ അല്ല ഈ വിഷയം. പ്രൈസ് ദി ലോർഡ്. ശൗൽ ചിന്തിച്ചത് ഞാൻ അവിടെ കൊണ്ട് നിർത്താൻ ഞാൻ ആഗ്രഹിച്ചത്. ദൈവാത്മാവ് വീണ്ടും എന്നെ നടത്തിയത് അവന്റെ ശുശ്രൂഷ നടത്തിയ വിധങ്ങളെ ഓർത്താണ്. ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലൊന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ അവന്റെ കഷ്ടത തുടങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ശൗലിന്റെ കഷ്ടം തുടങ്ങുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഓ ഹല്ലേലൂയ ദാവീദിനെതിരെ അവൻ കുന്തമോങ്ങൊക്കെ ഇറങ്ങി തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ തൊട്ട് അവൻ തുടങ്ങിയാണ് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ. അവൻ ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവനെതിരെ പ്രതികൂലങ്ങളായി. ഹല്ലേലൂയ. അതിൽ നിന്ന് ഞാൻ നിൽക്കുന്നില്ല, മുന്നോട്ട് പോകട്ടെ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ ഹല്ലേലൂയ ഒരു പുതിയ ആത്മീയാനുഭവത്തിലേക്ക് ഈ സഭയെ നയിക്കും. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരും ഇന്ന് പകൽക്കാലം പുതിയ അഭിഷേകത്തിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വ്യാപരിക്കുന്ന ഹല്ലേലൂയ എല്ലാ ചിന്താഗതികൾക്കും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അതിരിടും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കപ്പെടും. ചില മൺകൂടാരങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവം തൊടും. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ആലയത്തിന്റെ മേൽ ദൈവം വെളിപ്പെടുത്തിയിട്ടല്ലാതെ ദൈവം മടങ്ങുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ സേവിക്കുന്ന ദൈവം ഞാൻ ബലവാനായ യേശുവിന്റെ ശക്തി ആലയത്തിന് മേൽ വെളിപ്പെടുത്തി തന്റെ ജനത്തിന് മേൽ തന്റെ അധികാരം സ്ഥാപിച്ചു. ഓ ഹല്ലേലൂയ അവനെ ഉറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. രക്ഷാവചനം ചെയ്യാമെടുക്കുകയാണ്. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ഒരിടത്ത് വേറൊരാൾ കാണുകയാണ്. രൂത്ത് ഹല്ലേലൂയ 3-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു. രൂത്ത് 3 അധ്യായം 1-ാം വാക്യം. അവളൊരു വിശ്രാമ സ്ഥലത്തിന് പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനന്തരം അവളുടെ അമ്മായിയമ്മേ നവോമി അവളോട് പറഞ്ഞു, മകളെ നീ നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമ സ്ഥലം അന്വേഷിക്കണ്ടയോ? അല്ലെങ്കിൽ രൂത്ത് പോകുന്നത് ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി, ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി, ഒരു കുടുംബത്തെ പുലർത്തുവാൻ തക്കവണ്ണം തനിക്ക് കയറി കിടക്കുവാൻ സ്വാതന്ത്ര്യത്തോടെ തനിക്കൊരു തണലിന് വേണ്ടി ഹല്ലേലൂയ രൂത്ത് പോകുകയാണ്. ഹല്ലേലൂയ. എന്നാൽ രൂത്ത് പോയതോ ചെന്നത് ഭാഗ്യവശാൽ ഒരു ബോവസിന്റെ വയലിലായിരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ നിങ്ങളെ ബോവസിന്റെ വയലിൽ കൊണ്ടുവന്നത് വെറുതെ ഇരിക്കുവാനല്ല, ഇന്ന് പകൽക്കാലം ഒരു അഭിഷേകം പകരുവാൻ, ഒരു ദൈവശക്തി പകരുവാൻ, ഒരാത്മമണ്ഡലം തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഇന്ന് പകൽക്കാലം എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യൂത്തിനെ ഹല്ലേലൂയ വെറുതെ വിട്ടില്ല യേശു. ഹല്ലേലൂയ. 10-ാം തലമുറ വരെ ദൈവാലയത്തിൽ കടന്നു വരാൻ വ്യവസ്ഥയില്ലാത്തവളെ അകത്തു കൊണ്ടുവന്ന ഒരു പരിശുദ്ധൻ ഇന്ന് പകൽക്കാലം എൻ്റെ നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവപ്രവൃത്തി അയക്കുവാൻ തക്കവണ്ണം തന്റെ ജനത്തിന് മധ്യ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേലും ദൈവ സഭയുടെ മേലും വ്യാപരിക്കുന്നു. രക്തം വചനം ചെയ്യാമെടുക്കുകയാണ്. അതേ രൂത്ത് ഭാഗ്യവശാൽ അവിടെ ചെന്ന് കയറിയതാണ്. ആമീൻ. ഹല്ലേലൂയ. അന്ന് തൊട്ട് അവരുടെ ജീവിതത്തിന്റെ പേര് മാറുകയാണ്. അവൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ അന്വേഷണം എങ്ങനെയാണ് പോകുന്നത്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിലെ അന്വേഷണം. പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ അന്വേഷിച്ചു, അവൻ രാജാവായി തീർന്നു. അവൻ പിന്നെയും ഒരു ജഡീകനായി പോയി. രൂത്ത് അന്വേഷിച്ചു, വിശ്രാമസ്ഥലം അന്വേഷിച്ചു പോയി. അവൾക്ക് സ്വസ്ഥത ലഭിച്ചു. അവൾ നിത്യയുടെ അവകാശിയായി തീർന്നു. അത് നമ്മുടെ കർത്താവാം യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ ആ ഒരു ജനറേഷൻ കടന്നു വരാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്നേഹത്താൽ വിളിക്കപ്പെട്ടവരാ, ദൈവ അഭിഷേകത്തിനാൽ വിളിക്കപ്പെട്ടവരാ. നമ്മുടെ യാത്രയിൽ ഹല്ലേലൂയ പല
പലവിധ ചോദ്യങ്ങളും പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് അടിച്ചു കയറുമ്പോൾ ആമീൻ ഹല്ലേലൂയ ഇട്ട് കളഞ്ഞിട്ട് ഇത് മതി എന്ന് പറഞ്ഞിട്ട് പോകുവാനല്ല യേശു വിളിച്ചിരിക്കുന്നത് എന്നെ കൊണ്ടുപോകുവാൻ ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമ സ്ഥലം ഒരുക്കുകയാണ്. രക്തം വചനം ജയമെടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങൾക്കും വിശ്രമ സ്ഥലം ഒരുക്കാൻ കഴിയുവാനാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ആരാധിക്കുന്നത്. രക്തം വചനം ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ രണ്ട് വിഷയം അവിടെ നിൽക്കുന്നു. ഹല്ലേലൂയ സമയം ഓടിപ്പോവുകയാണ്. ഹല്ലേലൂയ അതിനകത്ത് അന്വേഷിക്കുന്ന വേറൊരാളെ കാണാം. സോങ്സ് ഉത്തമ ഗീതം സോങ്സ് ഓഫ് സോങ്സ്. ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ. അനന്തരം അവളുടെ അമ്മായി അമ്മയായ അതല്ലല്ലോ സോങ്സ് ഓഫ് സോങ് ഉത്തമ ഗീതം എടുത്തിരുന്ന് വായിച്ചാട്ടെ. രാത്രി സമയത്ത് എന്റെ അന്വേഷിച്ചു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. പ്രാണപ്രിയനെ അന്വേഷിക്കുന്ന ഹല്ലേലൂയ ഒരു ഒരു പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം രാത്രിയിൽ നമ്മൾ കിടന്നുമ്പോൾ എന്താണ് അന്വേഷിച്ചുകൊണ്ട് കിടക്കുന്നത്? ഈ ദിവസങ്ങളിൽ രാത്രിയിൽ കട്ടിലേക്ക് കയറി കിടക്കുമ്പോൾ ഹല്ലേലൂയ നാളത്തെ ജീവിതകാര്യത്തെക്കുറിച്ചാണോ അന്വേഷിക്കുന്നത്? ഹല്ലേലൂയ. ദൈവമക്കളെ, ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിന് അന്വേഷണം നമ്മുടെ പ്രാണപ്രിയനെ കുറിച്ചുള്ള അന്വേഷണമാണ്. അപ്പോൾ ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ കാഹളനാഥൻ ധ്വനിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. എന്നെ കർത്താവ് മറന്നു പോകരുതേ. ഏത് നേരമെന്ന് പാട്ടുകാരൻ പറഞ്ഞു, ഏത് നേരമെന്ന് അതറിയില്ല. എൻ്റെ പ്രാണപ്രിയനെ ധ്യാനിച്ചുകൊണ്ട് ഹല്ലേലൂയ രാത്രിയുടെ യാമങ്ങൾ ഇരിപ്പന്തക്കൊണ്ട് ഭക്തൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജീവിതയാത്രയിൽ പ്രാണപ്രിയനെ ധ്യാനിക്കുവാനും സന്തോഷിപ്പാനും ജീവിതത്തിൽ സാഹചര്യങ്ങളുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതോ ഹല്ലേലൂയ മക്കളുടെ വിഷയം എങ്ങനെ ആയിത്തീരും? മക്കൾക്ക് ജോലി കിട്ടുമോ? ഹല്ലേലൂയ മക്കളുടെ വിവാഹ കാര്യം നടക്കുമോ? മക്കൾ എങ്ങനെ ആയിത്തീരും, അങ്ങനെ ആയിത്തീരും, ഇങ്ങനെ ആയിത്തീരും എന്ന് പറഞ്ഞ് ഭാരപ്പെടുവാനാണെന്ന് പകൽക്കാലം കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ആമീൻ ഹല്ലേലൂയ. ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ ഒരു വാക്യം പറഞ്ഞായിരുന്നു. നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നുവോ, നമ്മുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നുവോ അവിടാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ രാത്രി കിടന്നുറങ്ങാൻ കഴിയാത്ത കാര്യം എന്താണെന്നറിയാവോ? പ്രാണപ്രിയനെ കുറിച്ച് ഒരു ചിന്തയും ജീവിതത്തിലില്ല. അപ്പോൾ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെയും കയറി അവിടെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുക. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഹല്ലേലൂയ സ്ഥാനം പിടിച്ച് അത് നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ പ്രാണപ്രിയനെ കുറിച്ച് ചിന്തിക്കരുത്, സ്വർഗത്തിനെ കുറിച്ച് ചിന്തിക്കരുത്. ഹല്ലേലൂയ എൻ്റെ കർത്താവിന് മനോഹരത്വം കാണുന്നതിനെ കുറിച്ച് ചിന്തിപ്പാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ കാര്യം എന്ന് പറഞ്ഞാൽ ഹൃദയം എവിടേക്കോ കൊണ്ട് ഏതൊക്കെയോ സാധനങ്ങൾ കയറ്റി വെച്ച് അത് ലോഡ് കയറ്റി ഫുള്ളായിട്ട് നിറച്ചിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിനോ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനോ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുന്നില്ല എങ്കിൽ ഹല്ലേലൂയ ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ അരിഷ്ട മനുഷ്യരാരുമില്ല. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ നാഥ ഇന്ന് കാഹളം തൊടിക്കുമോ? ഹല്ലേലൂയ അതോ എൻ്റെ മരണമാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ എനിക്കറിയത്തില്ല. ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന കഴിഞ്ഞ ദിവസം എനിക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾക്ക് സിക്കായിരുന്നു. ഞാൻ ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ അറിയത്തില്ല നമ്മുടെ സമയം എപ്പോഴാണെന്ന്, ഏത് സമയമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ നമ്മളെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളൊരു ജീവനില്ലാത്തവനെ പോലെ ഈ മൺകൂടാരത്തിൽ നശിച്ചു പോകുവാൻ സ്വർഗം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ യെശയ്യാ പറഞ്ഞു, ന്യായം അന്വേഷിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ അന്വേഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ന്യായമായ കാര്യങ്ങൾ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമീൻ ഹല്ലേലൂയ. ഒരിക്കൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദാവീദ് പുഷ്ടിയുള്ളവനായി തീർന്നു. ദാവീദ് ബലവാനായി തീർന്നു. ദാവീദിന് ആരോഗ്യമുണ്ടായി, സൈന്യമുണ്ടായി, അരമനയൊക്കെ പണിതു. ദാവീദ് സുഭിക്ഷനായിരിക്കുന്ന സമയത്ത് തൻ്റെ സേനാധിപനായ യോവാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ മൊത്തത്തിൻ്റെ ഒന്ന് കണക്കങ്ങ് എടുത്തോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് യോനാഥാൻ പറഞ്ഞു, യോവാബ് പറഞ്ഞു, രാജാവേ അത് ചെയ്യുന്നത് ശരിയല്ല. ബൈ ഫോഴ്സിൽ അത് പോയി ചെയ്തു. സംഭവിച്ചത് എന്താ നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവഹിതമല്ലാത്ത ചിന്തകൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ,
ദൈവഹിതമല്ലാത്ത, ദൈവത്തിൻ്റെ വ്യവസ്ഥയില്ലാത്ത ചിന്തകൾക്ക് വേണ്ടി അന്വേഷിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ, ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമീൻ കർത്താവേ, ആമീൻ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവഹിതമില്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കരുത്. ഹല്ലേലൂയ, ദൈവത്തിന് പ്രമാണത്തിൽ രേഖത്തെ ഒരു കാര്യത്തിനും അന്വേഷണത്തിൽ ഇറങ്ങിത്തിരിക്കരുത്. അത് ഹല്ലേലൂയ തൻ്റെ ജനത്തിന് ശാപമായി തീർന്നു. ഓ ഹല്ലേലൂയ, അപ്പം ദാവീദ് വിളിച്ചു പറയുകയാണ്, അയ്യോ ഈ ജനം എന്ത് ഭവിച്ചു കർത്താവേ, ഞാനാണല്ലോ ചെയ്തതെന്ന് പറഞ്ഞ് നെടുമ്പാട് വീട് കരഞ്ഞ ഭാഗങ്ങളുണ്ട്, നമുക്കറിയാം. അത് ഞാൻ ഒന്നും വായിക്കുന്നില്ല. പ്രൈസ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു ജനം നശിച്ചു പോയപ്പോഴാണ് ദാവീദ് നെടുമ്പാട് വീടാനിടയായി തീർന്നത്. അതിനു മുമ്പ് ഹല്ലേലൂയ ബുദ്ധി ഉപദേശിച്ചാണ് യോവാബ്, നീ അങ്ങനെ ചെയ്യരുതേ എന്ന് യോവാബിന് പറഞ്ഞതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നോട് സംസാരിക്കുന്നത്. എനിക്കത് അറിയത്തില്ല എങ്ങനെ പോകുന്നു. പ്രൈസ് രക്തം വചനം ചെയ്യാമെടുക്കുകയാണ്. ഞാൻ ഈ കാര്യങ്ങളൊന്നും ചിന്തിച്ച കാര്യങ്ങളല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവാണ് ദൈവസഭയോട് സംസാരിക്കുന്നത്. ആമീൻ. ഹല്ലേലൂയ. ഞാൻ വല്ലാതെ ആത്മാവിൽ ഞരങ്ങുകയാണ്. ചില വിഷയങ്ങൾ എന്നോട് പറയുന്ന ചില വിഷയങ്ങളിൽ ഞാൻ ഞരങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം വചനം ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. രക്തം വചനം ജയമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അതെല്ലാം കഴിയുമ്പോൾ ചിലർ അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചു. ചിലർ അന്വേഷിച്ചാൽ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾ തുറക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാചിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ദൈവം എഴുതി വെച്ചിരിക്കുന്ന ഈ വചനം. നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ഈ വചനമാണ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുവാൻ, നമ്മളെ നിത്യയിലേക്ക് കൊണ്ടുപോകുവാൻ അന്വേഷിക്കണം. കർത്താവേ, എനിക്കൊരു വഴി വേണ്ട കർത്താവേ, അതെനിക്ക് തെളിവായി കാണേണ്ടതിന്, എനിക്കൊരു പാദത്തിന് ദൈവമായി അവിടുത്തെ വചനം എൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ കൊണ്ട് പകൽക്കാലം എന്നെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. മുട്ടുവീൻ തുറക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മുടെ മുട്ടും നമ്മുടെ ആവശ്യങ്ങൾ എന്തിനു വേണ്ടിയാണ് മുട്ടുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമീൻ. ഹല്ലേലൂയ. ഒരിടത്ത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്വേഷിക്കുന്ന നടക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് വായിക്കാം. മാത്യു 12:43 and 45. മാത്യൂസ് ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ നിൽക്കട്ടെ മോളെ, നമുക്കറിയാവുന്ന വാക്യങ്ങൾ അതൊക്കെ അവിടെ കാണുന്നുണ്ട്. നമ്മളെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. ഭക്തൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരും വിചാരിക്കരുത് നമ്മളെ അന്വേഷിച്ചാൽ നമ്മുടെ പുറകെ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. നീ ഇരിക്കുമ്പോൾ നിന്റെ ഇട്ട ഷർട്ടിൻ്റെ കളർ എത്രയാണെന്ന് അറിയുന്ന ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കളറിനകത്ത് എന്തെങ്കിലും ഒരു ഹല്ലേലൂയ ചായം പറഞ്ഞാൽ പറയുന്നത് അവിടെ ഏതാണ്ട് അതിനകത്ത് കളർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഷർട്ട് കറയുണ്ട്, ആ വൈറ്റ് കളർ കറയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ദുഷ്ടനാം പിശാച് ഇതിനകത്ത് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എവിടെ തണുപ്പ് അനുഭവിക്കുന്ന കണ്ടാൽ, എവിടെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ദീപത്തിൻ്റെ കത്തുന്ന ആ ദീപം എന്നിൽ നിങ്ങൾ സകലം കരുന്തരി എറിയുന്ന ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ അവൻ കയറി അതിനെ സ്ഥാപിക്കാൻ ഇടയായിത്തീരും. ഇതെന്റെ അവകാശമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിൻ്റെ മേൽ അവകാശം സ്ഥാപിക്കും. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്നൊന്നും പിന്നൊന്നും അഴിച്ചു കളയാൻ ഒക്കത്തില്ല. പിന്നെ ഹല്ലേലൂയ പെട്ടെന്നൊന്നും അവനെ ഹല്ലേലൂയ ഓടിച്ചു കളയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്ന് പറഞ്ഞാൽ കരിന്തിരി എരിഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. എണ്ണ ഇല്ലാതായി പോയി. ഹല്ലേലൂയ. അവിടെ വെളിച്ചം ഇല്ലാതായി പോയി, അതിനകത്ത് ചൂടില്ലാതായി പോയി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി നിൽക്കണം. എൻ്റെ ജീവിതത്തിൽ കരിന്തിരിയുന്ന മണ്ഡലമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ നിന്നും ആ വിളക്കിൻ്റെ ചൂട് എൻ്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ദീപം കെട്ടുപോയിട്ടുണ്ടോ? അതിനെ ഹല്ലേലൂയ വേണ്ട വിധത്തിൽ ജ്വാലയുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ശോധന ചെയ്യാൻ കൊണ്ട് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ നമ്മളെ ഇന്ന് പകൽക്കാലം ഒന്ന് ശുദ്ധീകരിക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ദൈവശക്തിയാൽ ഇന്ന് പകൽക്കാലം ശുദ്ധീകരിക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇത് ഇപ്രകാരം സംഭവിക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ വചനത്താൽ എനിക്ക് ശുദ്ധീകരണം ഉണ്ടാകും, ദൈവത്തിന്റെ ശക്തിയാൽ എനിക്ക് ശുദ്ധീകരണം ഉണ്ടാകും, എൻ്റെ ജീവിതത്തിൽ ഒരു പുനരുത്ഥാനം ജീവനും ഉണ്ടാകും എന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ,
ആമീൻ ഹല്ലേലൂയ. നമ്മൾ മറക്കേണ്ട കൊലോസിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ 3-ാം അധ്യായത്തിൽ മോളെ താഴ്ത്ത് വായിച്ചേ. 3:2 കൊലോസ്യൻ 3:2. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നിൽക്കട്ടെ മോനെ. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. സമയമുണ്ട് നമുക്ക്. ഹല്ലേലൂയ. ഇന്ന് ഇഷ്ടം പോലെ സമയമുണ്ട്. ആമീൻ. ഹല്ലേലൂയ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തുള്ളത് ചിന്തിപ്പീൻ. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ, നല്ല കാര്യം അതല്ലേ, ഉയരത്തുള്ളത് ചിന്തിക്കുവാൻ. ഹല്ലേലൂയ. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ചില വിഷയങ്ങൾ അതിൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്ത എങ്ങോട്ടൊന്ന് പോകുന്നത് നമുക്കൊന്നുകൂടെ നോക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് മുമ്പായിട്ട് അവിടെ നിൽക്കട്ടെ ആ വിഷയം. ഹല്ലേലൂയ. അതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 18-ാം വാക്യം. ഹല്ലേലൂയ. നമ്മുടെ അന്വേഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞ് എൻ്റെ 1-2 കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് പോകാം. അത് മുറുക്ക് വായിച്ചിട്ട്. ആമേൻ. ആമേൻ. അവിടെ നിൽക്കട്ടെ. മതി മോളെ. പ്രൈസ് ദി ലോർഡ്. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനൊരു സ്വഭാവമുണ്ടോ? ആമീൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനൊരു സ്വഭാവമുണ്ടോ? സ്വന്തമായിട്ടൊരു മഹത്വം, എനിക്കൊന്ന് ആളാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരുണ്ട് ഹല്ലേലൂയ, സൂപ്പർവൈസർ ആയിക്കഴിഞ്ഞാൽ ആ പവർ ഒന്ന് കാണിക്കാൻ വേണ്ടി 2 ബഹളം കാണിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മാനേജർ പൊസിഷൻ ആയിരിക്കുമ്പോൾ ഞങ്ങൾ പറയും, ചാടണ്ട, അവിടെ നിൽക്കേ, വന്ന് കയറിയതേ ഉള്ളല്ലോ, ചാടണ്ട അവിടെ നിൽക്കേ, എത്ര ദിവസം ഒന്നും കാണത്തില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് പലരും പോയിട്ടുമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ആ മഹത്വം ഒന്ന് കാണിക്കുന്ന ഞാൻ സൂപ്പർവൈസറാണെന്ന് കാര്യം. ഒരു ദിവസം എൻ്റെ മാനേജർ പറഞ്ഞതാണ്, ഹല്ലേലൂയ, ഞാൻ നിന്നെ ഫയർ ചെയ്യാതിരിക്കുന്നത് നീ വിചാരിച്ചോ ഫയർ? ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ആമീൻ. ഹല്ലേലൂയ. ഒരു 3 മാസത്തിനുള്ളിൽ പുള്ളിക്കാരൻ പോയി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കാര്യം, സ്വന്തം മഹത്വം, അവൻ്റെ പവർ കാണിക്കാൻ ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ മാനേജറാണ്, എൻ്റെ പൊസിഷൻ ഇതാണ്, ഹല്ലേലൂയ, എനിക്ക് ഇന്നതൊക്കെ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ എന്നെ അറിയുന്ന അവൻ്റെ ഓണറുണ്ട് കമ്പനിയുടെ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ പോലെ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മളെ അറിയുന്ന ഒരു ഓണർ മേളിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. മഹത്വം അന്വേഷിച്ച് നടക്കുമ്പോഴേ ഹല്ലേലൂയ, ഓർത്തുകൊള്ളണമേ, മേളിരിക്കുന്ന ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ചെള്ളയ്ക്ക് ഒരു അടി കൊണ്ട് അടിക്കും. ഹല്ലേലൂയ. നിന്റെ പണി നോക്കാൻ പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട സമയത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം എടുക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവസഭ ശ്രമിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസഭ എന്ന് പറയുമ്പോൾ ഞാനുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, ദൈവസഭയ്ക്ക് വേണ്ടി ഹല്ലേലൂയ 1 രൂപ ദൈവസഭയിൽ സ്വോത്ര കാഴ്ച ഇട്ടാൽ, അല്ലെങ്കിൽ 25 സെന്റ് ഇട്ടാൽ, ആമീൻ, ദൈവസഭയിൽ ഹല്ലേലൂയ വാക്യം ചെയ്താൽ, ആമീൻ, എന്ത് ചെയ്താലും ദൈവത്തിന് മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനാണ് ഈ സഭയിലെല്ലാം ചെയ്യുന്നത്, ഞാനാണ് ഈ സഭയിലെല്ലാം ചെയ്യുന്നത് പറഞ്ഞ് നമ്മൾ മഹത്വം എടുക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. അവിടെ ശത്രുവിൻ്റെ പോർഷനാണ് വർക്ക് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ശത്രുവാണ് അതിന് ആക്റ്റീവ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഹല്ലേലൂയ ഞാനല്ല, ഹല്ലേലൂയ അത് ദൈവത്തിൻ്റെ ആ മഹത്വം. നോ, നമ്മുടെ ജഡത്തിൻ്റെ ഒരു ശക്തി ഉണ്ട് അതിനകത്ത്. അവനിങ്ങനെ സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളിത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിനകത്ത് ഒരു സന്തോഷമുണ്ടാകും. ഞാനിത് ചെയ്തു, സാമ്പ്രർ ഇത് ചെയ്തു, ഹല്ലേലൂയ സാമ്പ്രർ ഇത് ചെയ്തു പറയുമ്പോൾ ഉണ്ടല്ലോ, എന്നിലൊരു ശത്രു ആഗ്രഹിക്കുന്നുണ്ട് അവനൊരു മഹത്വം എടുക്കുവാൻ. ഇന്ന് പൽക്കാലം ദൈവസഭയാൻ ജീവിതങ്ങളെ നമ്മളെ ഹല്ലേലൂയ മഹത്വം ദൈവത്തിന് കൊടുക്കാതെ എന്തെങ്കിലും എടുക്കാൻ ശ്രമിച്ചാൽ ഹല്ലേലൂയ ഒരു രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ നമ്മളും ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം ദൈവസഭയിലേക്ക് ഏൽപ്പിക്കണം. ദൈവവചനത്തിന് മുമ്പാകെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം മഹത്വത്തിന് മാത്രം വേണ്ടി അന്വേഷിക്കാവൂ. നമ്മൾ എന്ത് ചെയ്താലും എൻ്റെ കർത്താവിൻ്റെ നാം മഹത്വപ്പെടുവാൻ മാത്രമേ ചെയ്യാവൂ. നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കർത്താവിന് മഹത്വമായി തീരട്ടെ. നമ്മുടെ കൈയടി ദൈവത്തിന് മഹത്വമായി തീരട്ടെ. സഭയിൽ വന്ന് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വായിച്ചാലും എൻ്റെ കർത്താവിന് മഹത്വമായി തീരട്ടെ. ഇന്ന് പകൽക്കാലം നമുക്കൊരു മഹത്വം വേണ്ടപ്പ, അടിയനിതാപ്പ ഇന്ന് പകൽക്കാലം എനിക്കൊന്നും വേണ്ടപ്പ എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ന് പകൽക്കാലം അടിയനിതാ എന്ന് പറഞ്ഞുകൊണ്ട് നെടുമ്പാടെ വീഴുന്ന ഒരു ഭക്തനെയാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങൾ ഉപയോഗിക്കാൻ തക്കണം ദൈവം ആഗ്രഹിക്കുന്നത്. ആമീൻ. ദൈവത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കേണ്ടവൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കാര്യത്തിലായിരിക്കാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ അന്വേഷണം ഏതൊക്കെ രീതി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 പത്രോസ് ഹല്ലേലൂയ 3-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമാധാനം അന്വേഷിച്ച് പിന്തുടരണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനം അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഞാൻ നാട്ടിൽ പോയപ്പോൾ ഒരാളെ ഒരു ഭവനത്തിൽ ചെന്നു. ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടായെങ്കിൽ നമ്മുടെ ചിന്തകൾ സമാധാനമായിരിക്കണം. എനിക്കൊരു ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളാണ്, എൻ്റെ റിലേറ്റീവാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കണമെങ്കിൽ നമ്മുടെ ചിന്തയ്ക്കകത്തൊരു സമാധാനം ഉണ്ടാകണം. ആവശ്യമില്ലാത്തത് ഹല്ലേലൂയ നമുക്ക് സന്തോഷം തരുന്ന ഹല്ലേലൂയ ഈ ലോകത്തിലെ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ അതിന് അരമണിക്കൂറുകൊണ്ട് അതങ്ങ് കെട്ടുപോകും. എന്നാൽ കർത്താവിൻ്റെ വചനപ്രകാരമുള്ള സന്തോഷം ഉള്ളിൽ ഇങ്ങനെ വന്നാലുണ്ടല്ലോ, അതിങ്ങനെ പൊട്ടി മുളച്ചുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും അതിനകത്തുനിന്ന് ഓരോ ഫ്രൂട്ട്സ് കായ്ച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ജീവിതങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഇരുപ്പ് നിമിത്തമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നത് ഹല്ലേലൂയ ആരുമല്ല കുറ്റക്കാരൻ ഞാൻ തന്നെയാണ്. സാമിൻ്റെ സമാധാനക്കുറവിൻ്റെ കാരണം സാമ് തന്നെയാണ്, അല്ല വേറെ ആരുമല്ല. ഈ സഭയിലെ ഒരു വ്യക്തിയുമല്ല അതിന് കാരണക്കാരൻ. എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനത്തിൻ്റെ നഷ്ടത്തിന് കാരണം ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സമാധാനം അന്വേഷിച്ചാൽ ഈ ദൈവസഭയിൽ എൻ്റെ കുടുംബ സമാധാനമായിരിക്കും. എൻ്റെ കുടുംബ സമാധാനമായിരിക്കുമ്പോൾ ഞാൻ ആരാധിക്കുന്ന ദൈവസഭ സമാധാനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ നമ്മൾ സമാധാനത്തെ അന്വേഷിക്കുന്നവരായിരിക്കാൻ, സമാധാനത്തെ പിൻപറ്റുന്നവരായിരിക്കാൻ, സമാധാനത്തിനുവേണ്ടി ജീവിക്കുന്നവരായിരിക്കാൻ എന്നൊക്കെ വേണം ദൈവം നമ്മളെ വേണ്ടി സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമുക്ക് ഒരു വാക്യം വായിക്കാം. 47 സങ്കീർത്തനം ഹല്ലേലൂയ 42 വാക്യം മുമ്പേ വായിച്ചതുപോലെ ഹല്ലേലൂയ ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് ചിന്തിക്കുവീൻ. സങ്കീർത്തനം ഹല്ലേലൂയ 48:9 ഹല്ലേലൂയ. Psalms 48:9. ആമീൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ എന്ത് വേണ്ടി കാര്യമുണ്ടെന്നറിയാമോ? കർത്താവിൻ്റെ ദയയെക്കുറിച്ച്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ വന്നിരിക്കുക എന്നൊക്കെ വേണം. കർത്താവ് നമ്മുടെ ദയ കാണിച്ചില്ലേ? നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ തന്നില്ലേ? ദയ കാണിച്ചില്ലേ? നമുക്ക് നല്ല ജോലി തന്നില്ലേ? ദയ കാണിച്ചില്ലേ? നമുക്ക് നല്ല കൂട്ടാളികളെ തന്നില്ലേ? ദയ കാണിച്ചില്ലേ? നമുക്ക് സകലത്തിനും കർത്താവിൻ്റെ ദയ ഉള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ പ്രകാരമായിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് ചെയ്ത കരുണകളെ ഓർത്ത് അതിനെ ഓർത്ത് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ അതിന് മുമ്പ് ചിന്തിച്ചത് സമാധാനം. ദൈവം ചെയ്ത കരുണകളെ ഓർത്ത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം വന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒഴുക്ക് തടുക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത്, ദൈവത്തിൻ്റെ കരത്താൽ എനിക്ക് ലഭിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഹല്ലേലൂയ അതേ ദൈവസന്നിധിയിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച പല വിഷയത്തിനും പലപ്പോഴും മറുപടി ആലയത്തിൽ എഴുതി പറഞ്ഞ വിഷയങ്ങൾ പലപ്പോഴും പലരും മറന്നു പോയിട്ടുണ്ട്. എന്നാൽ മറക്കാത്ത ഒരുവൻ സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതേ ഹല്ലേലൂയ അനുഗ്രഹിച്ചവനൊരു മേളിരിപ്പുണ്ട്. സൗഖ്യമാക്കിയൊരു ദൈവം മേളിരിപ്പുണ്ട്. അനർത്ഥത്തിൽ നിന്ന് വിടിവിച്ചൊരു ദൈവം മേളിരിപ്പുണ്ട്. അതൊക്കെയും ഓർത്തുകൊണ്ട് അത് ഓർത്ത് ചിന്തിച്ചുകൊണ്ട് സമാധാനത്തോടെ ദൈവസന്നിധിയിൽ സന്തോഷിപ്പാന്നൊക്കെ വേണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ചിന്തകൾക്ക് ദിവസങ്ങളിൽ മാറ്റമുണ്ടാകണം. ഹല്ലേലൂയ. കർത്താവിന്റെ മന്ദിരത്തിന്റെ മധ്യ നമ്മൾ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ഈ മന്ദിരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ മന്ദിരത്തിൽ നമ്മൾ വസിക്കുമ്പോൾ ദൈവം ചെയ്ത ദയയെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്നൊക്കെ ഒരു ഭക്തന്റെ ജീവിതം ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു വിഷയങ്ങൾ കടന്നു വന്നാൽ ഉടനെ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ ഒരു ഏലിയാവ് ചെയ്തതുപോലെ പലപ്പോഴും നമ്മളും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ മതി എന്ന് പറഞ്ഞുകൊണ്ട്. ഓ ഹല്ലേലൂയ എനിക്ക് മതി, ഹല്ലേലൂയ ഈ ജീവിതം എനിക്ക് മതി, ഈ പരിപാടി എനിക്ക് മതി എന്ന് പറഞ്ഞു അനേകരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു. പലരും ഹല്ലേലൂയ ദൈവസഭ വിട്ടുപോയവർ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്കറിയാവുന്നവരോട് എൻ്റെ കൂടെ ആരാധിച്ചവർ ഹിന്ദു മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്ന് എൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ അവനെക്കുറിച്ച് അന്വേഷിച്ചും പറഞ്ഞു വിശ്വാസം വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൾഫിൽ വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അവനൊരു ദുരാത്മശക്തി ഉണ്ടായിരുന്നു. അവൻ്റെ ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ അവന് അടയാളം ചോദിച്ചു നീ എങ്ങനെ പോകുന്നു? ഞാൻ ഡോറെല്ലാം ലോക്കല്ലേ ഗൾഫിലെ. അപ്പം അവൻ പോയി ഡോർ തുറന്ന് ഹല്ലേലൂയ തുറന്നു. അവൻ പുറമോട്ട് വീണ്. ഹല്ലേലൂയ ഒരു 10-20 മിനിറ്റത്തേക്ക് ഇങ്ങനെ ബോധമില്ലാതെ അവനെ കടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വിടുതൽ പ്രാപിച്ചവന്, അങ്ങനെ സൗഖ്യം പ്രാപിച്ചവന്, ദൈവത്തെ ശക്തമായി ആരാധിക്കുകയും സ്തുതിക്കുകയും ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുകയും ചെയ്തവന്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ചെന്നപ്പോൾ ഞാൻ അന്വേഷിച്ചു. ഹല്ലേലൂയ വിശ്വാസം വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ പലരും വിശ്വാസം വിട്ട് സഭ വിട്ട് പോയില്ലേലും ക്രിസ്തുവിനെ വിട്ട് യാത്ര ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ദൈവസന്നിധിയിൽ വരുന്നുണ്ടെങ്കിൽ തന്നെയും ഹൃദയവും ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിച്ച് അതിൽ സന്തോഷിച്ച് ആനന്ദിക്കാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ ഒരു അകലം വെച്ച് നടക്കുന്ന ജീവിതങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മളെ അതിനു വേണ്ടി കർത്താവിലേക്ക് അടുപ്പിക്കൊണ്ടൊക്കെ വണ്ണം വീണ്ടും ദൈവത്തിൻ്റെ വചനത്താൽ ഇന്ന് പകൽക്കാലം നമ്മളെ ഹല്ലേലൂയ അടുപ്പിക്കൊണ്ടൊക്കെ വണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. രക്തം വചനം ക്ഷയമെടുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് അടുത്ത് വരുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിലാണ് എൻ്റെ ദൈവവുമായിട്ട് അടുത്ത് നല്ലൊരു ബന്ധത്തിലേക്ക് കടന്നു വന്ന് കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് ആനന്ദിക്കുവാൻ കഴിയാതിരിക്കുന്നത്? ഒരു പുതിയ ഭാഷ സംസാരിച്ചിട്ട് നാളുകളെത്രയായി? പ്രൈസ് ദി ലോർഡ്. പുതിയ ഹല്ലേലൂയ അന്യ ഭാഷ അടയാളത്തോടെ പുതിയ ഭാഷ ദൈവം തന്ന പുതിയ ഭാഷകൾ അന്യഭാഷ അടയാളത്തോടെ പുതിയ ഭാഷയിൽ സംസാരിച്ചിട്ട് കാലങ്ങളെത്രയായി? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചോദിക്കുകയാണ്, ഞാൻ നിന്റെ അടുത്തുണ്ടായിരുന്നു, ഞാൻ നിന്റെ കൂടെ നടക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു, എന്നാൽ നീ എന്നിൽ നിന്ന് ദൂരം വെച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ നിന്നെ തട്ടി ഉണർത്തി, പലപ്പോഴും പല വിഷയത്തിൽ ഞാൻ നിന്നോട് ദയ കാണിച്ചു, എന്നിട്ടും വീണ്ടും മനസ്സിലാക്കാൻ കഴിയാതെ വേണം നിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നത് എന്താ എന്ന് പകൽക്കാലം ആത്മാവ് വീണ്ടും ചോദിക്കുകയാണ് എന്നോടും നിങ്ങളോടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്തെ കയ്യടിയും കഴിഞ്ഞ കാലത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ കാലത്തെ ജീവിതത്തിന്റെ സാഹചര്യവും നോക്കിക്കഴിഞ്ഞാലോ ഹല്ലേലൂയ നിന്റെ ആത്മീയ മണ്ഡലം എത്രമാത്രം വർദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം വീണ്ടും കെട്ടപ്പെട്ടവനെ പോലെ ഒരു കെട്ടപ്പെട്ടവളെ പോലെ ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന് മുമ്പാകെ സന്തോഷിക്കാൻ കഴിയാതെ വണ്ണം ആത്മമണ്ഡലത്തിലേക്ക് ദൈവസന്നിധിയിൽ ആനന്ദിച്ച് ഉയരാൻ കഴിയാതെ വണ്ണം ശത്രു പലയിടത്തും കീഴ്പ്പെടുത്തിക്കൊണ്ട് ശത്രു പലതിനെ ഒതുക്കിക്കൊണ്ട് ആത്മമണ്ഡലത്തെ ഞാൻ വിട്ടുതരുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ആഗ്രഹം സാധിപ്പിക്കുന്നതൊക്കെ വേണം. ഹല്ലേലൂയ. അതെ, അവൻ എന്നെ പിൻപറ്റി ഞാൻ ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുവാൻ അവൻ വ്യാപരിച്ചു നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, അവന് കീഴ്പ്പെട്ടു പോകരുത്, അവന് കീഴ്പ്പെട്ടു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിന്റെ ആഗ്രഹം എന്താ അറിയാവോ? ഹല്ലേലൂയ, പിന്തുടരും. ഹല്ലേലൂയ. അവൻ പറഞ്ഞെങ്ങനെയാണ്? ഞാൻ പിന്തുടരും. പ്രൈസ് ദി ലോർഡ്. അത് ഉൽപ്പത്തി പുസ്തകത്തിനാണ് വയ്ക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പിന്തുടരും, പിടിക്കപ്പെടും. ഹല്ലേലൂയ. ഞാൻ അവന്റെ കൊള്ള പങ്കിടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ മേലെ ചില ഹല്ലേലൂയ ആത്മീയ അനുഗ്രഹങ്ങൾ, ആത്മീയ സ്വത്തുക്കള്, ചില അഭിഷേകങ്ങൾ വന്നിട്ടുണ്ട്. അത് കൊള്ളയിടുവാൻ ശത്രു പദ്ധതി ഇടുകയാണ്. അതിൽ നിന്നും വെട്ടുമാറാതൊക്കെ ആത്മാവുകളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഉടമന ഹത്തനരാധന ശബ്ദനാചരണം. അവൻ നമ്മളെ പിന്തുടരും. അവന്റെ ആഗ്രഹം പിന്തുടരണം. ഹല്ലേലൂയ. സാമനെയും കുടുംബത്തെയും പിന്തുടരണം. പ്രൈസ് ദി ലോർഡ്. അവന്റെ ജീവിതത്തിൽ ഞാൻ കൊടുത്ത ഹല്ലേലൂയ ദൈവം കൊടുത്ത നന്മകളെ തട്ടിക്കളഞ്ഞുകൊണ്ട് എന്റെ ഹല്ലേലൂയ ഗോപുരം അവിടെ സ്ഥാപിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്റെ ഹല്ലേലൂയ എന്റെ ജീവിതം അവന്റെ എന്റെ അവസ്ഥ അവനിലേക്ക് കടത്തി വരുത്തുവാൻ തക്കവണ്ണം പിശാചാവൻ ഹല്ലേലൂയ ബന്ധപ്പെടുകയാണ്. നമുക്കത് ചിന്തിക്കാം. കർത്താവേ ഹല്ലേലൂയ, ആരും പറയരുത് ഹല്ലേലൂയ ശത്രു എന്നെ പിന്തുടരുന്നില്ലെന്ന്. ഒരിക്കലും നമ്മൾ ചതിയിൽപ്പെട്ടു പോകരുത്. ഒരിക്കലും ഹല്ലേലൂയ അബദ്ധ ചിന്തകളാൽ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ അങ്ങനെ ചിന്തകൾ വന്ന് നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ വിളക്കിലെ എണ്ണ കെട്ടുപോകരുത്. പ്രൈസ് ദി ലോർഡ്. കാര്യം ഹല്ലേലൂയ 5 കന്യകമാർ പറഞ്ഞു, ഹല്ലേലൂയ കർത്താവ് വരും താമസിക്കും. പ്രൈസ് കുഴപ്പമില്ല, ഞാൻ പിന്നെ എണ്ണ ശേഖരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ബുദ്ധിമാന്മാർ ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ അല്ല പോകുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുകയാണ്, ദൈവജനമേ ചതിക്കപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ഹൃദയത്തിനെ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു എണ്ണ പകർച്ച, ഒരു പകർച്ചയുടെ സാന്നിധ്യം യേശുക്രിസ്തുവിന്റെ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിലേക്ക് പകരപ്പെടേണ്ടതിന് ദൈവത്തിന്റെ കരുത്തിലേക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവശക്തി ഇന്ന് പകൽക്കാലം നമ്മുടെ മൺകൂടാരത്തിലേക്ക് പകർന്ന് നമ്മളെ ബലപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന് കഴിയും. പ്രൈസ്. രക്തം വചനം ചെയ്യാമെടുക്കുകയാണ്. ആമീൻ. ഹല്ലേലൂയ. എണ്ണ ഹല്ലേലൂയ വറ്റും. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ദിവസങ്ങളിൽ വറ്റിപ്പോകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അയ്യോ, ആരും പറയരുതേ എൻ്റെ ജീവിതത്തിൽ എണ്ണ പറ്റത്തില്ലെന്ന്. പ്രൈസ്. എൻ്റെ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ എണ്ണ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ രക്തം വചനം ചെയ്യാമെടുക്കുകയാണ്. ആമീൻ. ഹല്ലേലൂയ. അതിലേക്ക് പകർന്നു തരുവാൻ തക്കണം ഒരുവൻ ഇന്ന് പകൽക്കാലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ എണ്ണ പറ്റാതിരിക്കുവേണ്ടതിന് ഇന്ന് പകൽക്കാലം പുതിയ അഭിഷേകത്തിലേക്ക് നയിക്കപ്പെടാൻ തക്കണം ദൈവത്തിൻ്റെ കരുത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്തം വചനം ചെയ്യാമെടുക്കുകയാണ്. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രക്തവചനം ചെയ്യാമെടുക്കുകയാണ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാംസ് 77 അധ്യായം 11 Psalm 77, 11, 12.
ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവിടെയും സങ്കീർത്തനക്കാരൻ ദൈവത്തിൽ ആനന്ദിച്ച് സന്തോഷിപ്പാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മൾ അപ്രകാരം ദൈവസനിൽ അഭ്യസിക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മളും ക്രിസ്തുവിൽ കർത്താവ് തികഞ്ഞവരായി, ദൈവസനിൽ അഭിഷേകമുള്ളവരായി, ദൈവശക്തിയുള്ളവരായി, ദൈവാത്മാവിൽ നിറഞ്ഞവരായി തീരുന്നതൊക്കെ നമ്മുടെ ആയിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം. അതിനകത്ത് ഹല്ലേലൂയ നമ്മുടെ കൊലോസ്യ ലേഖനത്തിൽ അത് വന്നിട്ട് മോളെ വായിച്ചോളൂ. ആമേൻ, പ്രൈസ്. അത് മതി, അത് അവിടെ നിൽക്കട്ടെ മോനെ. ഹല്ലേലൂയ. അവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തെ മരിപ്പിക്കുകയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണം, അന്വേഷിക്കണം, ചിന്തിക്കണം, പിന്നെ ജീവിതത്തെ ഹല്ലേലൂയ മരിപ്പിക്കുവാൻ കൊണ്ട് ഇറങ്ങിത്തിരിക്കണം. പ്രൈസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ആമീൻ. ചില അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. നമുക്ക് കൈയും കാലും ജീവനുള്ളതുപോലെ ഈ അവയവങ്ങൾക്കും ജീവനുണ്ട്. പ്രൈസ്. ആരും വിചാരിക്കരുത് അതിന് ഹല്ലേലൂയ പ്രത്യക്ഷമായിട്ട് ഒരു ഹല്ലേലൂയ ഒരു ഇതൊന്നുമില്ല എങ്കിൽ തന്നെയും അത് പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർഹം, ത്യാഗം, ഇങ്ങനെയുള്ള നിങ്ങളുടെ അവയവങ്ങളെല്ലാം മരിപ്പിക്കുകയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തോട് ഇന്ന് പകൽക്കാലം വീണ്ടും ചിന്തിച്ചുകൊണ്ട് ദൈവസനിലേക്ക് നമുക്കൊന്ന് അടുത്ത് വരാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇനിയും മരിപ്പിക്കുവാൻ എവിടെയൊക്കെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എവിടേക്ക് ഇനിയും എൻ്റെ ജീവിതത്തിൽ മരിക്കുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെ ഇനി പകൽക്കാലം എനിക്ക് മരിക്കേണ്ടതായിരിക്കുന്ന ജീവിത മണ്ഡലങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടതിന്, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിന് മേൽ ഇറങ്ങി വരേണ്ടതിന് ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ കർത്താവെ എവിടെ ഞാൻ എൻ്റെ ജീവിതത്തിന് മരിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ഇങ്ങനെ ഹല്ലേലൂയ റോമറിനകത്ത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ജഡത്തിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഹല്ലേലൂയ. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മളിന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് ഉറയ്ക്കുന്നുവെങ്കിൽ വേറൊരു മണ്ഡലം അവിടെ ജീവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇത് മരിക്കാത്തിടത്തോളം കാലം അവിടെ ഒരു ജീവൻ ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിലത്ത് ഒരു ഹല്ലേലൂയ ഒരു നെൽമണി വീണ് ചാകുന്നില്ല എങ്കിൽ അതിന് ഹല്ലേലൂയ അതിന് ഫലം കൊടുക്കാൻ കഴിയാതിരിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില മണ്ഡങ്ങൾ മരിച്ചു മാറാതെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു ഉണർവിൻ്റെ കാറ്റ് അല്ലെങ്കിൽ ഉണർവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരികയില്ല എന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പലപ്പോഴും നമ്മൾ ദൈവത്തിൽ കർത്താവേ എന്നെ അഭിഷേകത്താലും കൃപാവരങ്ങളാലും നിറയ്ക്കണമേ. എങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ച് നിലവിളിച്ച കാര്യമുണ്ട്. കർത്താവേ എന്നെ കഴിഞ്ഞ കാലങ്ങൾ ഉപയോഗിച്ചതുപോലെ വീണ്ടും എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചിലതൊക്കെ മരിക്കുവാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്നുള്ള ദൂതാണ്. ഹല്ലേലൂയ. എന്നെ രൂപാന്തരപ്പെടുത്തേണ്ട ദൂതാണ് ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ മരിക്കേണ്ട ചില മണ്ഡലം കൊണ്ട് എങ്കിൽ മാത്രമേ എൻ്റെ കർത്താവിനെ എനിക്ക് ഉയർപ്പിച്ച് കാണിക്കുവാനും. ഹല്ലേലൂയ. നമ്മൾ മരിക്കാതെ നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവങ്ങളെ ജഡീക സ്വഭാവങ്ങളെ മരിക്കാതെ ദൈവത്തിന്റെ വേല തികച്ചെടുക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവത്തിന് നമ്മളിവിടെ പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് വള്ളത്തിൽ യാത്ര ചെയ്യുന്നതൊന്നും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇരുത്തോണിയിൽ യാത്ര ചെയ്യുന്നവരൊക്കെയും ഹല്ലേലൂയ അങ്ങേയറ്റം ചെന്ന് ചേരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാമോനെ ദൈവത്തെയും കൂടെ പ്രസാദിപ്പിക്കാൻ ഒരുവിന് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ സത്യവും അനീതിയും ഒരുമിച്ച് കൊണ്ടുനടക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊള്ളത്തരവും കള്ളത്തരവും എല്ലാം കൂടെ അനീതികളും നമ്മൾ ഒരു കാര്യത്തിൽ പിടിച്ചുകൊണ്ട് മറ്റേ കാര്യം വിശുദ്ധമായി പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവവേലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ആത്മാവ് വിളിച്ചു പറയട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ചില മരിക്കേണ്ടത് മരിച്ചു മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ ശക്തിയാലും ബലത്താലും സാധ്യമാകുമെന്ന് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി അതിന്റെ മേൽ വെളിപ്പെടുവാൻ തക്കമടയായിത്തീരും. ഹല്ലേലൂയ. എന്നാൽ ഇതിനെക്കുറിച്ച് നമുക്കൊരു ബോധമില്ലെങ്കിൽ ഹല്ലേലൂയ നമ്മൾ പണ്ട് ഒരാൾ പറഞ്ഞതുപോലെ നട്ടപ്പെടും ഒരു കൊട്ട പറിച്ചപ്പോൾ ഒരു കൊട്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അഭിവൃദ്ധി ആഗ്രഹിക്കുന്നു. ആമീൻ. വളർച്ചയെ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു പുതുക്കം ആഗ്രഹിക്കുകയാണെന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുക്കത്തിൻ്റെ ദിവസങ്ങളായി തീരുവാൻ, ഒരു ഉണർവിൻ്റെ ദിവസങ്ങളായി തീരുവാൻ നമ്മുടെ ജഡീക സ്വഭാവങ്ങൾ മരിക്കപ്പെടുമാറാകട്ടെ. അത് ദൈവത്തിന് നമ്മളെ കൊണ്ട് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ്. ഇന്ന് പകൽക്കാലം അത് മരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്കൊരു ഹല്ലേലൂയ ഒരു പൂർണ്ണ ഉണർവിൻ്റെ ജീവിതത്തിലേക്ക് നയിച്ച് മുന്നോട്ട് വരാൻ കഴിയുകയില്ല. നമ്മൾ നിത്യതയ്ക്ക് അവകാശികളാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. കർത്താവേ ഞാൻ ഓടുന്നത് എൻ്റെ നിത്യതയ്ക്ക് വേണ്ടിയാണ്.
ഹല്ലേലൂയ. ഇവിടെ മക്കളെത്തുന്ന മക്കളെയും കൊച്ചുമക്കളെയും അല്ലെങ്കിൽ തലമുറയുടെ നന്മകളൊക്കെ കണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിടും, ഹല്ലേലൂയ, അതൊരു സന്തോഷം. ഹല്ലേലൂയ. മക്കൾ കോളേജിലേക്ക് കയറുന്ന ഒരു സന്തോഷം. ഇതൊക്കെയാണെങ്കിൽ തന്നെ ഓർത്തോളണം പ്രൈസ്, ഇതൊന്നുമല്ല നമ്മുടെ ഗോള്. നമുക്ക് വേണ്ടി കർത്താവ് ഹല്ലേലൂയ പങ്കപ്പാടേറ്റ് കാൽവരി കുരിശിൽ മരിക്കപ്പെട്ടതായി യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നൊക്കെ വിളിക്കപ്പെട്ടതാണ് ഞാനും നിങ്ങളും. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ ജഡ സ്വഭാവങ്ങൾ മരിക്കട്ടെ. PSC സഭയെ ഇന്ന് പോൽക്കാലം ഞാൻ വിളിച്ചു പറയുകയാണ്, ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ ജഡ സ്വഭാവങ്ങൾ മരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ കർത്താവിനുള്ള പ്രസാദമോ നമ്മുടെ ശുദ്ധീകരണം എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് പോൽക്കാലം ദൈവത്തിന് ഹിതമല്ലാത്ത എല്ലാ ജഡീക സ്വഭാവങ്ങളും മരിച്ചു മാറട്ടെ. അത് നമ്മുടെ കൂടെ വേണ്ട. പ്രൈസ്. അത് നാറ്റം വമിക്കുന്നതാണ്, അത് ദുർഗന്ധമുള്ളതാണ്, അത് ഹല്ലേലൂയ മറ്റുള്ളവരെ കേടാക്കുന്നതാണ്, മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാത്തതാണ്, മറ്റുള്ളവരെ നമ്മളിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ്. രക്തം വചനം ചെയ്യമെടുക്കുകയാണ്. ഇത് കൊണ്ട് നടന്നാലുണ്ടല്ലോ നാറ്റമുണ്ടാകും. ഇത് കൊണ്ട് നടന്നാൽ ഹല്ലേലൂയ ആരും അടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ മൺശരീരം ഹല്ലേലൂയ ചില ആത്മീയ മണ്ഡലത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ജഡീക മണ്ഡലങ്ങൾ മരിച്ച് കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അതിന് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം വചനം ചെയ്യമെടുക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നാൽ ദിവസങ്ങളിൽ നമ്മുടെ ഹല്ലേലൂയ ആത്മീയ മണ്ഡലത്തിലെ ഹല്ലേലൂയ ജീവിതത്തിൻ്റെ രീതികളും വിശ്വാസത്തിൻ്റെ മണ്ഡലങ്ങളും എന്തെന്ന് മനസ്സിലാക്കുവാൻ ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ തൂക്കി നോക്കുന്ന ഒരു കർത്താവിന് മധ്യമായിരിക്കും. നമ്മൾ ചിന്തിച്ച കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. അന്വേഷിക്കണം. ഹല്ലേലൂയ. മറന്നുപോയ എല്ലാവരും അന്വേഷിക്കണം, ചിന്തിക്കണം, മരിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ താഴത്തെ മുതൽ വായിച്ചേ. അടുത്തത് ആമേൻ. അവിടെ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം മരിപ്പിച്ചു ചില വിഷയങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടണം. അത് പിന്നെ ഹല്ലേലൂയ നമ്മൾ കാണാൻ പാടില്ല. പിന്നെ ചിലതുണ്ട് ഹല്ലേലൂയ ഉരിച്ചു കളയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഇതിലേക്കൊക്കെ ഇറങ്ങി പോവാണെങ്കിൽ അറിഞ്ഞാൽ ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ ഇന്ന് പൽക്കാലം ഉരിച്ചു കളയുന്നത് PSC സഭയ്ക്ക് അത് എന്തൊക്കെയുണ്ട്, സാമ്പ്രദായം എന്തൊക്കെയുണ്ട് ഉരിച്ചു കളയുവാൻ. സാമ്പ്രദായ കുടുംബത്തിൽ ഇന്ന് പകൽക്കാലം എന്തൊക്കെയാണ് ഉരിച്ചു കളയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ തലമുറയുടെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ശത്രു കയറാതിരിപ്പാൻ, ശത്രു നിങ്ങളെ അവകാശം വെക്കാതിരിപ്പാൻ, നിങ്ങളുടെ ശത്രു നിങ്ങളുടെ അവകാശത്തെ ഹല്ലേലൂയ നിങ്ങളുടെ നന്മകളെ മുടിച്ചു കളയാതിരിപ്പാൻ പ്രാർത്ഥനയും ജാഗരവും ഉപവാസവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ ഈ ഉരിച്ചു കളയുന്ന രീതിയിൽ ഹല്ലേലൂയ കൊലോസ്യർ 2:11 ഇപ്രകാരം പറയുന്നു. ഒന്ന് വായിച്ചാട്ട്. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ശരീരത്തിൽ നിന്ന് ഉരിഞ്ഞു കളയുന്ന. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ പരിശുദ്ധ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ ജഡത്തിൽ ഹല്ലേലൂയ ദൈവഹിതമല്ലാത്തതിനേക്ക് ഉരിഞ്ഞു കളയുവാൻ ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ മീനൊക്കെ ഹല്ലേലൂയ ക്ലീൻ ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. മീനിൻ്റെ തൊലി ഉരിച്ചു കളയത്തില്ലേ? തൊലി ഉരിച്ചു കളയുന്ന പോലെ ഇന്ന് പകൽക്കാലം അതും ഞാനുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കുവാൻ, ഒരു മൃഗത്തെ യാഗമർപ്പിക്കുമ്പോൾ അതിൻ്റെ തൊലി ഉരിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ദൈവസഭയിലെ ജീവിതങ്ങളെ ഹല്ലേലൂയ ഞാനും നിങ്ങളിന്ന് പകൽക്കാലം ചിലതൊക്കെ ഉരിച്ചു കളഞ്ഞിട്ട് യാഗപീഠത്തിലേക്ക് വെക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. നിന്റെ യാഗപീഠം ഇന്ന് പകൽക്കാലം നീ അർപ്പിക്കുന്ന യാഗം ദഹിച്ച് സ്വർഗത്തിന് സൗരഭ്യവാസനയായി തീരണമെങ്കിൽ, സ്വർഗം അതിൻ്റെ മേൽ പ്രവർത്തിക്കണമെങ്കിൽ ഹല്ലേലൂയ നിന്നെ എൻ്റെയും നിങ്ങളുടെ ഈ പ്രാർത്ഥനയും പാട്ടും സന്തോഷമെല്ലാം കർത്താവ് അനുഗ്രഹിച്ച് കർത്താവിന്റെ ധൂപം ഇറങ്ങി വരണമെങ്കിൽ നിന്റെ ജീവിതത്തെ ഒന്ന് ഉരിച്ചു കളഞ്ഞ് ദൈവഹിതമില്ലാത്തതെല്ലാം കർത്താവിന്റെ ശക്തി അത് ഉരിച്ചു കളഞ്ഞ് യാഗപീഠത്തിലേക്ക് നിൽക്കുമ്പോൾ സ്വർഗത്തിന്റെ ശക്തി അതിന് മേൽ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊന്നും വെച്ചോണ്ട് ഹല്ലേലൂയ ഈ യാഗപീഠത്തിൽ കയറി കിടങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞ അബ്രഹാം ഒരു പണി കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിസ്സാരമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? നിസ്സാരമല്ലേ? ആ പക്ഷിയെ പിടിച്ച് അങ്ങ് യാഗം കഴിച്ചു. ആമീൻ. ഹല്ലേലൂയ. ആ യാഗം കഴിക്കുന്ന സമയത്ത് ഹല്ലേലൂയ കഴുകൻ ഇറങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരന്മാരെ, നമ്മളിന്ന് പകൽക്കാലം ഈ ആലയത്തിൽ വന്നിരുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മധ്യേ ആരാധിക്കുമ്പോൾ ഓർത്തുകൊള്ളണമേ, എൻ്റെയും നിങ്ങളുടെയും സ്തോത്രത്തിന് മധ്യേ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഇറങ്ങി വരാതിരിക്കുന്ന ഒറ്റ കാരണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവഹിതമല്ലാത്തൊക്കെ ഇരുന്ന് ഹല്ലേലൂയ അത് നാറ്റം വെച്ച് അതിൻ്റെ മേൽ ശത്രു ദൃഷ്ടി വെച്ചുകൊണ്ട് അതിൻ്റെ മേൽ അവകാശം വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മേൽ മൺകൂടാരത്തിന് മേൽ ദൈവശക്തിയുടെ സന്തോഷം നിറഞ്ഞു വരാൻ കഴിയാതിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്,
അതിനെ ഉരിച്ചു കളഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു പുതിയ സൃഷ്ടിയായിക്കൊണ്ട് ക്രിസ്തുവിന് മുമ്പായ കർത്താവേ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഈ അവകാശമില്ല കർത്താവേ, ഇവനും ഞാനുമായിട്ടൊരു ബന്ധമില്ല, എന്റെ ജീവിതത്തിൽ എനിക്കിനി ഒരു ബന്ധം വേണ്ട കർത്താവേ, ഇവനുമായിട്ടൊന്ന് പറഞ്ഞുകൊണ്ട് ഉരിച്ചു കളഞ്ഞ് ദൈവസന്നിധിയിൽ യാഗം അർപ്പിക്കാൻ വരുന്നുവെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഹല്ലേലൂയ പിതാവെന്ന നിലയിൽ ഞാൻ തലേന്നിൽ എൻ്റെ ഭവനത്തിൽ ഞാൻ തലേന്ന നിലയിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ അപ്രകാരം ഉരിഞ്ഞു കളഞ്ഞ് യാഗം അർപ്പിക്കുന്നില്ലെങ്കിൽ എൻ്റെ സന്തതിയാണ് നശിച്ചു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിന് കണക്ക് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഈ തലമുറ കഷ്ടം അനുഭവിക്കാൻ ഇടയാകുന്ന എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉരിഞ്ഞു കളയാതെ എൻ്റെ ആലയത്തിൽ വന്നിട്ട് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജനീയമായി നിൽക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് ദൃഷ്ടി വെക്കത്തില്ല. ദൈവാത്മാവ് ഹല്ലേലൂയ ശത്രു അതിന് മേൽ പ്രവർത്തിച്ച് അവൻ ജയമെടുക്കും. ദൈവാത്മാവിന് മാറും. ദൈവകോപം അതിന് പകരമായി കടന്നു വരും. ദൈവസഭയിൽ ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് മാനസാന്തരപ്പെടാം. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തെ എന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ ചിലത് ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവിന് മുമ്പാകെ ഞാൻ കടന്നു വന്ന് സന്തോഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തെ ഇന്ന് പകൽക്കാലം സമർപ്പിക്കുന്നപ്പാ എൻ്റെ ആത്മമണ്ഡലത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുവാൻ തക്കോണം പരിശുദ്ധാത്മാവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം വചനം ചെയ്യമെടുക്കുകയാണ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ എൻ്റെ താഴ്ത്തു വായിച്ച മോളെ, ആമീൻ. പ്രൈസ് ദി ലോർഡ്. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രഥമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ നമ്മൾ അന്വേഷിച്ചും ചിന്തിച്ചൊക്കെ ചെന്നിട്ട് ഹല്ലേലൂയ ചിലതൊക്കെ ചെയ്തിട്ട് ചെന്നിട്ട് പിന്നെ ഹല്ലേലൂയ ചിലത് ധരിക്കാൻ തൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ വചനം ഹല്ലേലൂയ ഞാൻ ഒരു അധികം സമയം എടുക്കാതെ തന്നെ ഹല്ലേലൂയ എനിക്കറിയാം നിങ്ങളൊക്കെ ബോറടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൻ്റെ ശക്തി ഹല്ലേലൂയ നിങ്ങൾക്ക് സന്തോഷിക്കുവാനോ അതിൻ്റെ ബലത്തിൻ്റെ ആഴത്തെ നിങ്ങൾക്ക് അനുഭവിക്കാനോ കഴിയുന്നില്ല എന്ന് ആത്മാവ് എനിക്ക് ഹല്ലേലൂയ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിരാശപ്പെട്ടു പോകണ്ട. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഉള്ളിൽ ചില വചനങ്ങൾ വീണിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ക്രിയ എന്നൊക്കെ ദിവസങ്ങളിടെയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ 1 മണിക്കൂർ കൊണ്ട് പ്രസംഗിച്ച വചനങ്ങളൊന്നും നിങ്ങളെ ഇടയിലും ചില വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വീണിട്ടുണ്ടെന്ന് പകൽക്കാലം അതിനെ മുളപ്പിക്കാൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്കകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ ചിലതൊക്കെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ മരിക്കപ്പെടും, ചിലതൊക്കെ ഉരിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചില പകൽക്കാലം ചില ധരിപ്പിച്ചു വിടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ധരിക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആമീൻ. ഹല്ലേലൂയ. ധരിക്കേണ്ടവൻ ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധരിക്കുക എന്ന് പറഞ്ഞാൽ 3 മണ്ഡലങ്ങൾ അവിടെ കാണുകയാണ്. ധരിക്കുക, ധരിക്കുക, ധരിപ്പിക്കുക. ഹല്ലേലൂയ. ആമീൻ. ധരിച്ചു നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അധികം അതിനകത്തൊന്നും നിൽക്കുന്നില്ലെങ്കിൽ തന്നെയും ധരിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. സ്വന്തമായി ധരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം. ആമീൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ദേവദാസൻ പ്രസംഗിച്ച ദൈവത്തിൻ്റെ ദൂത് നിങ്ങളൊക്കെ മറന്നുപോയോ ഓർക്കുന്ന അറിയത്തില്ല. ശക്തി. ആമീൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഉയരത്തിൽ നിന്നുള്ളൊരു ശക്തി ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഉയരത്തിൽ നിന്നുള്ള ശക്തി ഹല്ലേലൂയ ഇങ്ങനെ ദൈവീയ അല്ലെങ്കിൽ ആത്മീയപരമായി ചിന്തിച്ചു കഴിയുമ്പോൾ ദൈവസഭയോട് ചേർന്ന് നിൽക്കുക ചിന്തിക്കാനൊക്കെ നമുക്ക് ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടുന്ന് വായിച്ചപ്പോൾ അതിനകത്ത് ഹല്ലേലൂയ ഉയരത്തിൽ ശക്തി നഗരം ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്ത് നമ്മൾ ഒതുങ്ങിയിരുന്ന ആ ദൈവസാന്നിധിയിൽ ഒതുങ്ങിയിരുന്ന അതിൻ്റെ ശക്തി ധരിച്ചിട്ട് വേണം ഈ ദിവസങ്ങളിൽ മുൻപോട്ടോരോ ചുവട് വെക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പാദപീഠത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ താണിരുന്ന് കർത്താവേ എനിക്ക് ശക്തി വേണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ ഭൂമിയിൽ യാത്ര ചെയ്യുവാൻ ഈ മൺകൂടാരത്തിൽ എനിക്ക് തന്നതായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ പുഷ്ടി കൊണ്ട് എനിക്ക് യാത്ര ചെയ്യുവാൻ കഴിയത്തില്ല, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ശക്തി വേണം. പ്രൈസ് ദി ലോർഡ് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഹല്ലേലൂയ ആദ്യം ചെയ്യേണ്ടത് ഭവനത്തിൽ ഹല്ലേലൂയ തൻ്റെ കാലുകൾ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ എവിടെയും പോകണ്ട, അവൻ അവിടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ സ്വർഗീയ സാന്നിധ്യത്തിൻ്റെ നടുവിൽ
നടുവിലിരിക്കുമ്പോൾ പരിശുദ്ധന്റെ ശക്തി അതിനുമേൽ നിഴലിടും. പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവശക്തി പ്രാപിച്ച് എഴുന്നേൽക്കുന്ന ദിവസങ്ങൾ അടുത്തു വരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തി പ്രാപിച്ചെന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റോടുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെന്ന് ബോധമുണ്ടാകണം. പ്രൈസ് ലോർഡ്. ഒരു ഇളക്കപ്പെരുപ്പൻ 2 അന്യഭാഷ പറഞ്ഞത് കൊണ്ട് ചാടി ഓടി പോകരുത്. ദൈവസനിൽ അടങ്ങിയിരിക്കണം. പ്രൈസ് ലോർഡ്. കർത്താവേ, എന്നെ പൂർണ്ണമായി ശക്തീകരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഞാനിതൊക്കെ മരിപ്പിച്ച് നിർത്തിയേക്കാണ് കർത്താവേ. ഞാനിതൊക്കെ ഉരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ് കർത്താവേ. ഇന്ന് പൽക്കാലം എൻ്റെ മേൽ സ്വർഗത്തിന്റെ ദീപം ഇറങ്ങി വരുവാൻ, സ്വർഗത്തിന് തീ ഇറങ്ങി വന്ന് ഇന്ന് പൽക്കാലം ഈ മൺകൂടത്തെ ഒന്നുകൂടി ശുദ്ധീകരിച്ച് പുതിയ ബലം എന്നെ ധരിപ്പിച്ച് ഇന്ന് പൽക്കാലം എന്നെ അയക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. ഈ ബലം ധരിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഒരു ഭക്തന് വിശുദ്ധ ജീവിതം നയിച്ച് ഓടാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഈ ബലം ധരിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നാട്ടിൽ പോയി ഹല്ലേലൂയ 10 സുവിശേഷം പറയാനല്ല, ഈ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഫൗണ്ടേഷനെ ഒന്ന് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് ഉറക്കണമെങ്കിൽ നമ്മൾ സ്വർഗത്തിന് ആദ്യം ശക്തി പ്രാപിച്ച് നമ്മളൊന്ന് ഉറക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കണ്ടിട്ടില്ലേ, പ്ലെയിനിലൊക്കെ പോകും, നമ്മളെല്ലാവരും പ്ലെയിൻ കയറി വിടണമല്ലോ. ഹല്ലേലൂയ. പ്ലെയിനിൽ കയറി കഴിയുമ്പോൾ അവരെ പറയും ഹല്ലേലൂയ ലൈഫ് ജാക്കറ്റൊക്കെ കാണിച്ചിട്ട് മാസ്ക് കാണിക്കുമല്ലേ, ഓക്സിജൻ്റെ മാസ്ക്. ആദ്യം വെല്ലോടെ മുഖത്ത് വെക്കാനല്ല പറഞ്ഞത്, ആദ്യം എൻ്റെ മുഖത്ത് വെച്ച് ഞാൻ ഫിറ്റായിട്ട് വേണം അടുത്ത ആളെ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഒന്ന് സെറ്റാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് ആദ്യം ആത്മാവിലൊന്ന് സെറ്റാകണം. കറക്റ്റായിട്ട് ഓക്സിജൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നോന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ നോക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ കറക്റ്റായിട്ടുള്ള ഡയറക്ഷനുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം നടക്കുന്നുണ്ടോ നോക്കിയിട്ട് വെല്ലോൻ്റെ മുഖത്തിലേക്ക് വെക്കാൻ നോക്കണം, പോകണം. പ്രൈസ് ദി ലോർഡ്. അല്ല എങ്കിലുണ്ടല്ലോ ഹല്ലേലൂയ നീ നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. അല്ല എങ്കിലോ നീ മുടിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരുത്തിലേക്ക് കർത്താവേ, എനിക്കിന്ന് പകൽക്കാലം സ്വർഗത്തിലെ ബലം ആവശ്യമാണ്, ദൈവശക്തി എനിക്ക് ആവശ്യമാണ്. ഈ മൺകൂടാരത്തിൽ ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ എന്നെ പോഷിപ്പിക്കൊണ്ടൊക്കെ വന്നു ദൈവശക്തി എന്റെ മേൽ പകരപ്പെടുമാറാകണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇങ്ങനെ ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ ധരിപ്പിക്കും. ദൈവസഭ വളരുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ മീറ്റിംഗ് നാളെ നിങ്ങൾ പുറത്ത് പോയി ഔട്ട്റീച്ച് പ്രവർത്തനം നടത്തുന്നതൊക്കെ എനിക്ക് സന്തോഷം കേൾക്കുമ്പോൾ, പക്ഷേ നിങ്ങൾ യഥാർത്ഥമായി ഓക്സിജൻ നിങ്ങളുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് ഫീഡ് ചെയ്യാനുള്ള ആരോഗ്യം നിങ്ങൾക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഹല്ലേലൂയ പണ്ട് ഞാനിവിടെ പറഞ്ഞാൽ തോന്നുന്നു ഹല്ലേലൂയ എൻ്റെ പപ്പയുടെ ജ്യേഷ്ഠൻ 2 മക്കൾ ഹല്ലേലൂയ ഗൾഫിൽ നിന്ന് വന്ന് അവർ വണ്ടി ഓടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു 2 വീലർ മേടിച്ചു. 84 സംഭവം, 80 കാര്യമാണ്. അന്നത്തെ 2 വീലറൊക്കെ വലിയ ഫേമസാണ്. ഹല്ലേലൂയ. അപ്പം 2 വീലർ എടുത്തു, ഫ്രണ്ടിൽ ഒരു എല്ലൊക്കെ ബോർഡൊക്കെ വെച്ചു. പോലീസ് പുള്ളവർ ചെയ്തു. അപ്പം ചോദിച്ചു എന്തിയല്ല ലേണേഴ്സ് എന്ത് ചെയ്യേ? എനിക്കില്ല. ലൈസൻസ് എന്ത് ചെയ്യേ? എനിക്കില്ല. പിന്നെ ആരാ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ പോലെ പ്രൈസ് ദി ലോർഡ്. ചേട്ടൻ എന്നെയും പിടിച്ചു. ഹല്ലേലൂയ. ചേട്ടൻ പോലീസ് കാഴ്ച മുന്നിരിക്കുന്നതായിരിക്കും ഒന്ന് ലൈസൻസ് ഉള്ളത്. പുള്ളി പുറകെ നോക്കി, പുറയിലില്ല, പുള്ളിന് 2 പേർക്ക് ലൈസൻസും ഇല്ല, ഒന്നുമില്ല. വണ്ടി ഓടിയ ലേണേഴ്സിൽ ഓടുക. ഇന്ന് പൽക്കാലം പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ അഭിഷേകമില്ലാതെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവില്ലാതെ ദൈവസഭയിൽ നിന്നും പുറത്തു പോകുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണമേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ തേജസ് പ്രാപിച്ചിട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി പ്രാപിച്ച് അതൊരു കൺഫർമേഷൻ മേടിച്ചിട്ട് ദൈവസനിൽ നിങ്ങൾ മുഴങ്കാലിരിക്കണം. നിങ്ങളുടെ ശുശ്രൂഷ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. നിങ്ങളവിടെ ഹോളിൽ പോയി പ്രവർത്തി എല്ലാം എനിക്ക് സന്തോഷമാണ്. എന്നാൽ നിങ്ങൾ ഓർത്തുകൊള്ളണം പ്രൈസ് ദി ലോർഡ് നമ്മളെ ചോർത്തിക്കളയുവാൻ, നമ്മുടെ ജീവിതം, നമ്മുടെ തലമുറയെ കവർന്നു കളയുവാൻ ശത്രു പല രീതിയിൽ പദ്ധതിയിട്ട് നമ്മളെ ഒതുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവന്റെ മുമ്പിൽ ഹല്ലേലൂയ നമ്മൾ പരിജ്ഞാനമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവന്റെ തന്ത്രങ്ങളെ കണ്ട് മനസ്സിലാക്കുവാൻ ജ്ഞാനമുള്ള ഒരു ആത്മാവിന്റെ ഉടമയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. രക്തംവചനം ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഇരുന്ന് ശക്തി പ്രാപിച്ചേ പോകാവുന്ന. പ്രൈസ് ദി ലോർഡ്. കാര്യം അറിയാവോ? അല്ലെങ്കിൽ അവൻ നമ്മളെ വിഴുങ്ങും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ശത്രു നമ്മളെ, നമ്മുടെ തലമുറയെ നശിപ്പിച്ച് കളയും. അല്ലാതെ കർത്താവ് വെറുതെ അല്ല പറഞ്ഞത് ഹല്ലേലൂയ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ടേ പോകാവൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അഭിഷേകത്തിന് നിറവേണ്ട ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കാൻ നിങ്ങൾ പോകരുത്. അതുപോലെ നിങ്ങളുടെ തലമുറയെ, എൻ്റെ കുഞ്ഞുങ്ങളെ സഹോദരന്മാർ പറയുകയാണ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ രാത്രിയുടെ രാമങ്ങൾ എഴുന്നേറ്റ് നെടുവിൽപ്പെടെ കണ്ണുനീരടക്കാൻ നിങ്ങളുടെ തലമുറയെ നിങ്ങൾ ഹല്ലേലൂയ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വിളിച്ചു പറയുകയാണ്, നമ്മുടെ തലമുറ നിൽക്കണമെങ്കിൽ മാതാവേ പിതാവേ നിങ്ങളുടെ കണ്ണുനീരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ നിലവിളിയാണ് അവിടെ ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ ഹല്ലേലൂയ ദേഹത്തെ തൊലി ഉരിച്ചു കളയാതെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അജടിക സ്വഭാവങ്ങളെ ഉരിച്ചു കളയാതെ നിങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആര് കേൾക്കും? ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. കർത്താവ് വീണ്ടും എന്നെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. എനിക്കൊരു ആത്മീയ വർധനം ആവശ്യമാണ്. ഹല്ലേലൂയ. രക്തം വചനം ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താലും ജയമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാസ്പദമായിട്ട് ഹല്ലേലൂയ ആമീൻ. ഹല്ലേലൂയ. റോമർ 1:28. റോമർ 1:28.
പ്രൈസ് ദി ലോർഡ്. മതി മോളെ, ഞാനിത് വായിക്കുമ്പോൾ ഭയപ്പെടുന്നൊരു വിഷയമാണ്. ഭയത്തോടെ വായിക്കുന്നൊരു വിഷയമാണ്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഒരു സമയം ദൈവം കൊടുത്തു. അത് പെട്ടെന്നൊരിക്കൽ ദൈവം ചെയ്തല്ലത്. ഒരു ദിവസം സുപ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തല്ല. പല ചാൻസ് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ദൈവം കൊടുത്തു. ദൈവത്തിനോട് നടക്കുവാൻ, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുവാൻ, വചനത്തെ ധരിക്കുവാൻ, വചനപ്രകാരം ജീവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ നിൽക്കാനൊക്കെയും കർത്താവ് അവനെ പല രീതിയിൽ ഒന്ന് നടത്താൻ നോക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അവൻ്റെ ഇഷ്ടമോ ഹല്ലേലൂയ ഞാൻ ബോധിച്ച പോലെ നടക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ തടുക്കുവാൻ ആരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയാം പ്രൈസ് ദി ലോർഡ് സകലതും, എനിക്ക് മനസ്സിലായി സകലതും പറഞ്ഞ് ജീവിക്കുന്നൊക്കെ കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നു. എന്തൊക്കെ ഇടയാകുമ്പോൾ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം അവരെ ഉചിതമില്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധി ഏൽപ്പിച്ചു. അത് എന്തെന്ന് അവിടെ എഴുതിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതാ നികൃഷ്ട ബുദ്ധി എന്ന്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ചിലർ ഹല്ലേലൂയ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. ചിലർ ഹല്ലേലൂയ ജീവനില്ലാത്തവരെ പോലെ ജീവിച്ചിങ്ങനെ കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയെ ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അപ്രകാരം കെണിയിൽപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു കൂട്ടത്തിൽ ഒരു വ്യക്തിയായി പോകുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ അങ്ങനെ ആക്കി തീർക്കാൻ ഇടയാകരുത് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ വിഷയത്തിനോട് മടങ്ങി വരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ആമീൻ. ഹല്ലേലൂയ. നികൃഷ്ട ബുദ്ധിക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ നിലപാട് വീണ് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട പകൽക്കാലങ്ങൾ അടുത്തു വരികയാണ്. മറന്നു പോകരുത്. ഈ PSG ചർച്ചിൽ നിന്ന് ഹല്ലേലൂയ ഈ ദിവസം ഹല്ലേലൂയ പകൽക്കാലം ഈ വിളിച്ചു പറയുന്ന ദൂത് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തോട് പറഞ്ഞ ദൂതുകൾ ഇന്ന് പകൽക്കാലം ആരുടെയും ജീവിതത്തിൽ അനർത്ഥത്തിനും കഷ്ടത്തിനും ദുഃഖത്തിനും കാരണമായി തീരാതിരിക്കേണ്ടതിന് എന്നെയും എൻ്റെ ദൈവസഭയും ഞാൻ പകൽക്കാലം ദൈവത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. കർത്താവേ, ഈ ദൂത് പ്രകാരം ഞങ്ങളുടെ സഭ കർത്താവ് നഷ്ടത്തിലും കഷ്ടത്തിലും ആകരുതേ. ഞങ്ങൾ കേട്ട ദൈവവചനത്തിനു മുമ്പ് ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ പരിശുദ്ധ ശക്തനായ ദൈവമേ, അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന ഞങ്ങളുടെ സർവശക്തനായ സ്വർഗ്ഗമേ, ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ശത്രുവിൻ്റെ കയ്യിൽ ഞങ്ങളെ ഭവനങ്ങളെ ഏൽപ്പിക്കരുത്. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. രക്തം വചനം ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ സമയം കൊടുത്തു. സമയം കിട്ടിയില്ലെന്നല്ല, സമയം വാസ്തവം ഇഷ്ടം പോലെ കൊടുത്തു. രൂപാന്തരപ്പെട്ട ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം ദൈവം സമയം കൊടുത്തു. ദൈവം സമയം തരാതെ തിടുക്കത്തോടെ ചാടിക്കേറി ഒന്നും ചെയ്യുന്ന ദൈവമല്ല എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും എന്നോട് നിങ്ങളോട് എനിക്ക് ഒത്തിരി അടി കിട്ടിയവനാണ്. ഹല്ലേലൂയ. 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 ഞാൻ ഹല്ലേലൂയ എന്നേ ദൈവവേലയ്ക്ക് ഇറങ്ങേണ്ടവനാണെന്നറിയോ. അന്നെല്ലാം തട്ടിക്കളഞ്ഞു, അങ്ങനെ കളഞ്ഞ് ഹല്ലേലൂയ എൻ്റെ ജീവിതം ഞാൻ തന്നെയാണ് ഇതൊക്കെ ആക്കി തീർത്തത്. ഞാൻ സമ്മതിക്കുന്നുണ്ട് കർത്താവിന് മുമ്പാകെ. ഞാൻ പലപ്പോഴും ഭാരത്തോടെ കണ്ണുനീരോടെ കരഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവസം നെടുമ്പാട് കൊണ്ട് കരഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ഇറങ്ങിയ കാലത്തെ ആ ദൈവസ്നേഹത്തിൻ്റെ തീഷ്ണ നിമിത്തം ഹല്ലേലൂയ ജാതിയെന്നില്ല മതങ്ങളെന്നില്ല സകലരോട് സുവിശേഷം പറയുവാൻ ഉത്സാഹത്തോടെ ആത്മാവിൻ്റെ നിറവോട് ഓടുമായിരുന്നു. അഭിഷേകത്തിൻ്റെയും ഹല്ലേലൂയ ശ്രേഷ്ഠ ശുശ്രൂഷ എനിക്ക് ചെയ്യുവാൻ എന്ന കാലങ്ങൾ എന്നെ ശക്തനാക്കിയ ദൈവമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാനതൊക്കെ മനസ്സിലാക്കുവാൻ ഇന്ന് പകൽക്കാലം എന്നെയും ഇടയൊക്കെയാണ്. ഹല്ലേലൂയ. നമ്മളെ മറക്കുന്നൊരു ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ സന്ദർശിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. മടങ്ങി വരാൻ സമയം കൊടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. രൂപാന്തരപ്പെടുവാൻ സമയം കൊടുക്കുന്ന ദൈവമാണ്. കുഴിച്ചിടുവാൻ തക്കവണ്ണം സമയം കൊടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അന്വേഷിപ്പാൻ സമയം കൊടുക്കുന്ന ദൈവമാണ്. ചിന്തിക്കാൻ സമയം കൊടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ ശക്തിയും ബലത്തെയും ധരിക്കൊണ്ടൊക്കെ സമയം കൊടുക്കുന്ന ദൈവമാണെന്ന് പകൽക്കാലം ഞാൻ നിങ്ങളും സേവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ജാതീയ ദൈവങ്ങൾ അവരുടെ ഇഷ്ടത്തിനൊക്കെ തവണം ചെയ്തില്ല എങ്കിൽ മുടിച്ചു കളയും നശിപ്പിച്ചു കളയും ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ശ്രേഷ്ഠനായ എൻ്റെ കർത്താവ് യേശു ഉണ്ടല്ലോ, മഹാദയാലുവായവൻ, കരുണയുള്ളവൻ, ഇന്ന് പൽക്കാലം ജീവനോട് നമ്മുടെ കൂടെ മധ്യയുള്ളവനായി സ്തോത്രം ചെയ്യുകയാണ്. രക്തം വചനം ചെയ്യാമെടുക്കുകയാണ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അത് പുറത്ത് കളഞ്ഞ് ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോകാൻ തക്കോണം ഇടയായിത്തീർന്ന ജനം. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് നിർത്താൻ തക്കണം ആഗ്രഹിക്കുന്നു. അതേസമയം ഒത്തിരി കഴിഞ്ഞു പോയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിലെല്ലാം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ടുള്ളൂ. 5 മിനിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം വചനം ചെയ്യാമെടുക്കുന്നു. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 3-ാം വാക്യം. സ്വർഗീയ പാർപ്പിടം ധരിക്കുവാൻ. ആമീൻ. ഹല്ലേലൂയ. എൻ്റെ പരിശുദ്ധന്റെ പാർപ്പിടം ധരിക്കണം ഇന്ന് പകൽക്കാലം.
എൻ്റെ കർത്താവിൻ്റെ ഹാലലിയ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ധരിച്ചു കൊണ്ട് പോകാൻ തക്കോടെയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. ആമീൻ. ഹാലലിയ. കൊലോസ്യർ 3:14 പറയുന്നു. ഹാലലിയ. കൊലോസ്യൻസ് 3:14. എല്ലാറ്റിനും മീതെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ധരിക്കാൻ കർത്താവ് നമ്മുടെ പറയുന്നുണ്ട്. ഹാലലിയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹത്തെ ധരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ധരിപ്പാൻ, ആ സ്നേഹം ധരിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ അതിനുവേണ്ടി ഒരുക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അതിന് നടത്തുമാറാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹാലലിയ. ആമീൻ. ഹാലലിയ. പത്രോസ് പറയുന്നുണ്ട്, ക്രിസ്തു അനുഭവിച്ച കഷ്ടത്തിൻ്റെ ആ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായിരിക്കാൻ അത് ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഇന്ന് പകൽക്കാലം സഹായിക്കുമാറാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. വെളിപ്പാട് പുസ്തകം ഹാലലിയ ഹാലലിയ അതുകൂടെ വായിച്ച് ഞാൻ പെട്ടെന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിനോട് ചിലത് വിലക്ക് മേടിക്കാൻ തക്കോണം ദൈവസഭ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ വിലക്ക് കൊടുക്കണം? ഹാലലിയ. നമ്മുടെ സമയത്തെ ദൈവസഭയിൽ വിട്ടുകൊടുക്കണം. മണിക്കൂറുകൾ ദൈവസഭയിൽ ഇരുന്നു കൊണ്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഹാലലിയ എൻ്റെ കണ്ണിനൊരു കാഴ്ച വേണം അപ്പാ, എനിക്ക് നല്ലൊരു വസ്ത്രം വേണം അപ്പാ. ആദ്യം നമ്മൾ ഓർക്കണം, ഞാൻ നഗ്നതനാണെന്നുള്ള, അല്ലെങ്കിൽ ഞാൻ നേക്കഡാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. ആത്മീയ നഗ്നത നമുക്കുണ്ടെന്നൊരു ബോധമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആത്മീയ നഗ്നതയ്ക്കുന്നുള്ള ബോധമില്ല എങ്കിൽ നമുക്ക് ഹാലലിയ വസ്ത്രം ദൈവം തരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. ഇന്ന് പകൽക്കാലം ദൈവകരത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. ആമീൻ. ഹാലലിയ. നമുക്ക് ധരിക്കുവാൻ കൃപ നമ്മുടെ മേൽ പകരുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനിവിടെ വെച്ച് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. ദൈവസഭയെ, ഇന്ന് പകൽക്കാലം ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചു, എന്നോട് സംസാരിച്ചു. എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ ചിന്താമൃത്തി കടന്നല്ല, ദൈവത്തിൻ്റെ ആത്മ തന്ന ദൂതുകളൊക്കെ ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഞാൻ അറിയുന്നു, ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതേ പത്രോസ് പറഞ്ഞതുപോലെ, പൗലോസ് പറഞ്ഞതുപോലെ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിക്കുന്ന ദൈവം എൻ്റെ സാന്നിധ്യം അനുഭവിച്ചെന്ന് പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചവനായിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറട്ടെ, ഈ ദൈവസഭ കർത്താവിന് വേണ്ടിയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ദൈവശക്തിയെ പകരും. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തൊരു പുതിയൊരു ആത്മീയ ഉണർവിൻ്റെ ദിവസങ്ങളാക്കി ദൈവം തീർക്കും. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹാലലിയ. നമുക്ക് അന്വേഷിക്കാം, നമുക്ക് ചിന്തിക്കാം. ഹാലലിയ. ഉണരാം, പ്രാർത്ഥിക്കാം. ഹാലലിയ. ധരിക്കാം. ഹാലലിയ. ഉരിഞ്ഞു കളയാം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ പോകുകയാണ്. നമുക്ക് ഇന്ന് പകൽക്കാലം ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. ദൈവസനിലേക്ക് നമ്മുടെ ചിന്തകൾ ഇന്ന് പകൽക്കാലം താഴ്ത്തി വെച്ചുകൊണ്ട്, ഹാലലിയ, നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന സകല ചിന്തകളും മാറ്റി വെച്ചുകൊണ്ട്, ആമീൻ, സകല മുൻവിധികളും മാറ്റി വെച്ചുകൊണ്ട്, നമ്മുടെ മൺകൂടാരത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഹാലലിയ അന്ധകാരത്തിൻ്റെ ചിന്തകളും മാറ്റി വെച്ചുകൊണ്ട്, അത് മാറത്തില്ല എന്ന് പറഞ്ഞ്, ഹാലലിയ അത് മാറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശത്രു അതിൻ്റെ മേൽ ഹാലലിയ പൊരുതി, ഹാലലി ഒരു ഇത്തിരിപ്പാശി ഹാലലി ഓ ചുടമന ഹതുരബല ശമന ജനാദരം ഓ താനിടാത്ത മുട്ടയ്ക്ക് വേണ്ടി പൊരു നിൽക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെ പൊരു നിൽക്കുന്ന ചില പോരുകൾ, അന്ധകാരത്തിന്റെ വ്യാപാര ശക്തികൾ, ദുഷ്ടാത്മ ശക്തികളുടെ പോരുകളെ യേശുവിന്റെ നാമത്തിൽ ശാസ്ത്രജ്ഞന്മാർ ജയം കൽപ്പിക്കുകയാണ്. ഇന്ന് പലക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ആരാധിക്കുന്ന ദൈവസഭ ദൈവത്തിന്റെ ശ്രേഷ്ഠ കൃപാവരത്തിൽ നിറഞ്ഞ ദൈവസഭയായി തീരും. ഇതിനെ പൊളിച്ചു കളയുവാൻ, ഇതിനെ തകർത്ത് കളയുവാൻ, ഇതിനെ ഉടച്ചു കളയുവാൻ സ്വർഗം അനുവദിക്കാൻ ഇന്ന് പലക്കാലം എന്നിലൂടെ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കർത്താവേ, ഓ ജീസസ്, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് പൽക്കാലം ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ ദൈവസഭയെ ഞങ്ങളുടെ അപ്പച്ചൻ്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ രക്തം കൊടുത്ത് മേടിച്ചതല്ലപ്പാ, അവിടുത്തെ വിലയേറിയ രക്തം ഹാലലിയ കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തു. ഹാലലിയ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിലയ്ക്ക് മേടിച്ചതാണ്, ഞങ്ങളെ അവിടുന്ന് ദത്തെടുത്തതാണ്. കർത്താവേ, ഇന്ന് പകൽക്കാലം ദൈവം ഞങ്ങളോട് വീണ്ടും മനസ്സിലറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന കുറവുകളും ബലഹീനങ്ങളും ഞങ്ങളോട് വാസ്തവമായി ക്ഷമിക്കണമേ. ദൈവസഭയിലെ സകല കുടുംബങ്ങളെ ഇന്ന് പകൽക്കാലം പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു ജഡവും ക്ഷീണിച്ചു പോകരുത്, ഒരു ജഡവും കർത്താവേ ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടു പോകരുത്. എല്ലാവരും കൃപമേൽ കൃപ പ്രാപിച്ചവരായി, ദൈവശക്തിയുള്ളവരായി, ആത്മാവിൽ നിറഞ്ഞവരായി, പുതിയ ഭാഷയും പുതിയ ശക്തിയും പുതിയ കൃപാവരിൽ ജ്വലിച്ചവരായി തീരുവാൻ ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദൈവദാസനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അഭിഷേകത്തോടെ നിർത്തി കാട്ട് കൃപയിൽ മറച്ചാട്ടെ. മഹത്വമാനോട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.